നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി. നമ്മൾ ആ ഒരു പദത്തിൽ നിന്നാണ് യേശു ക്രിസ്തു അത്ഭുത മന്ത്രി. ആ വിഷയമാണ് ഇന്നലെ ചിന്തിക്കാൻ ആരംഭിച്ചത്. ശേഷമുള്ള ഭാഗവും ഇന്ന് രാത്രി നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കാം. ദൈവം അതിന് കൃപ നൽകുമാറാകട്ടെ. അപ്പൊ അനേകം മന്ത്രിമാര് ഇപ്പോഴുണ്ട്, പലരും കടന്നുപോയി. ഇനിയും ചിലര് മന്ത്രി കസാരയിൽ ഇരിക്കാൻ നെട്ടോട്ട് ഓടുന്നു. ചിലര് പറയുന്നു ഇനി തന്നാ മതി, ഞാൻ ഇരുന്നോളാന്ന്. സ്തോത്രം. ചിലര് കൊടുക്കുമെന്ന് പറയുന്നു. ചിലർ ചോദിക്കുന്നു ചുണയുണ്ടേ എടുക്കാവോ എന്ന് ചോദിക്കുന്നു. ചിലർ പറയുന്നു മൊത്തം ഇനി എടുക്കുക എന്ന് പറയുന്നു. മന്ത്രിയാകാൻ നിൽക്കുക. പക്ഷെ ഇന്ന് വരെ അത്ഭുത മന്ത്രി ഉണ്ടായിട്ടില്ല. അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അതെ, യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ പേര് തന്നെ അതിശയമെന്നാണ്. മാനോഹാരിയുടെ വീട്ടിലെ ദൂതം വന്നല്ലോ. ഭൂതം വന്ന കാര്യമെല്ലാം പറഞ്ഞ് ആദ്യം തള്ളയുടെ അടുക്കലാ വന്നത്. ഭൂതന് മനസ്സിലായി തള്ളയോട് പറഞ്ഞാല് കാര്യമെല്ലാം പറഞ്ഞു. പിന്നെ അമ്മ ഒരു നല്ല അമ്മയായിരുന്നു. പുള്ളി വന്നപ്പോ കാര്യം പറഞ്ഞു, ഇന്നതുപോലെ ഒരാള് വന്നെന്ന്. എന്നാ മിണ്ടുകയില്ല. ഭൂതം വന്നാലും വ്യാധി വന്നാലും മിണ്ടുകയില്ല. അമ്മ വന്നപ്പം പറഞ്ഞു ഇന്നതുപോലെ ഒരാൾ വന്നെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ചോദിച്ചു എങ്ങനെ രൂപമൊക്കെ എങ്ങനെ ഇരിക്കുന്നെന്ന്. അതൊരു ദൈവദൂതനെ പോലെയൊക്കെ ആയിരിക്കുന്നത്. പിറ്റേന്ന് പുള്ളി എടുക്കലും വന്നു. അപ്പൊ ആ ഭാഗം നിങ്ങൾക്കറിയാം, വിവരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചോദിച്ചു പേരെന്നാന്ന് ചോദിച്ചു. ഞാൻ ഇനി ആരോടെങ്കിലും പറയണമല്ലേ, ഇനി ആള് വന്നെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കേണ്ട പേരെന്നാന്ന് ചോദിച്ച പേര് എൻ്റെ പേര് അതിശയമാന്ന് പറഞ്ഞു. എൻ്റെ പേര് അതിശയം. ഞാൻ അത്ഭുത മന്ത്രി. ആ അത്ഭുത മന്ത്രിയാകുന്ന യേശു ക്രിസ്തു ഇന്നലെ ചിന്തിച്ചല്ലോ. നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തു നിരവധി അത്ഭുതം ചെയ്തു. അതെല്ലാം കൂടെ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങത്തില്ല. എന്നാൽ കടഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ഏതാനും അത്ഭുതം. അതെന്തിനാ എഴുതിയെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് എല്ലാവരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നിത്യജീവൻ ഉണ്ടാകണം. അതിനായി പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനേക അത്ഭുതങ്ങൾ യേശു ചെയ്തു. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അടയാളം അത്ഭുതം. അത് സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്നതാ. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതാണ് അവിടുത്തെ ആദ്യത്തെ അത്ഭുതം രേഖപ്പെടുത്തിയതിൽ. ആ പശ്ചാത്തല ഭാഗം ചുരുക്കമായിട്ട് ഇന്നലെ ചിന്തിച്ചു. കല്യാണ വീട്, എല്ലാവരും യഥോചിത സൽക്കരിക്കുന്നു. പെട്ടെന്ന് കലവറയിൽ വീഞ്ഞു തീർന്ന് കലവറക്കാര് കമ്മിറ്റി കൂടി. കമ്മിറ്റിക്കാര് അമ്മയുടെ അടുക്ക വന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ മകന്റെ അടുക്ക ചെന്നു. അപ്പോൾ മകൻ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറഞ്ഞാൽ, നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനാ. പക്ഷെ എന്നാ കാര്യം എന്നാ ഇടയ്ക്ക് നിൽക്കുന്ന എന്തിനാ? ആവശ്യക്കാര് വീട്ടുകാരല്ലേ. അപ്പോൾ അമ്മയ്ക്ക് നല്ല വിവരമുള്ള അമ്മയാ. പിള്ളേരുടെ ഭാഷ പറഞ്ഞ അമ്മ പെട്ടെന്ന് ന്യൂട്രലിഞ്ഞ് മാറിയേച്ച് കീവർഗീസിനോടും അന്ത്രയോസിനോടും പറഞ്ഞു, ഒരു ഇടയ്ക്ക് നിന്ന ജയിക്കുകയല്ല, നീ നിൽക്കേണ്ട ഇടയ്ക്ക് ഞാനും നിൽക്കുന്നില്ല. അമ്മയ്ക്ക് വിവരമുള്ള അമ്മയാ. അപ്പം അന്ത്രയോസിനോട് പറഞ്ഞു നിൽക്കരുതേ, സ്വോത്രം. അപ്പൊ ഇപ്പറേ വേറൊരു പുള്ളിയുണ്ട്, അതിന്ന് ആരാന്ന് ഞങ്ങളുടെ കൂടെ വന്ന സഹോദരൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇന്നയാളാന്ന് പറഞ്ഞു. അപ്പം അവര് പലരും ഉണ്ട്. അവരുടെ അമ്മ പറഞ്ഞു, ഇടയ്ക്ക് നിൽക്കണ്ട, വിജയിക്കത്തില്ല. അമ്മൻ എന്തേലും കൽപ്പിച്ചാൽ അതന്നെ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. ഈ പ്രശ്നകലുഷിതമായ അന്തരീക്ഷം വന്നപ്പോൾ അമ്മ യേശുവിന്റെ അടുക്ക് ചെന്ന് കാര്യം പറഞ്ഞു. വീഞ്ഞു തീർന്നു. ഇതുവരെയും ഒരു അത്ഭുതം ചെയ്തതായിട്ട് തെളിവില്ല. ആദ്യത്തെ അടയാളം ഇതാന്ന യോഹന്നാൻ 2:11. അപ്പൊ ഇതിക്ക് മുമ്പ് ഒരത്ഭുതം യേശു ചെയ്തിട്ടില്ല, തെളിവില്ല. ഇതുവരെയും ഒരു അത്ഭുതം ചെയ്യാത്തവന്റെ അടുക്ക ചെന്ന അമ്മ പറഞ്ഞത് വീഞ്ഞു തീർന്നെന്ന്. ആള് പിന്നെയും വന്നോണ്ടിരിക്കുക. അപ്പൊ ഇതുവരെ അത്ഭുതം ചെയ്യാത്ത യേശുവിന്റെ അടുക്ക ചെന്ന അമ്മ പറയണമെങ്കിൽ യേശു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്.
അതുകൊണ്ട് ആ പ്രശ്നം വന്നപ്പോൾ യേശുവിന്റെ അടുക്ക വന്ന ഒരു കാര്യം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറഞ്ഞാൽ, യേശു ക്രിസ്തു ആരാണെന്ന് നല്ല ഉറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ ഏത് പ്രശ്നവും വന്നാൽ നീ യേശുവിന്റെ അടുക്ക ചെല്ലും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ മറ്റും എല്ലാം യേശുവോടു ചെന്ന് ചൊല്ലിടായ നിമിത്തം. പ്രശ്നങ്ങൾ നിന്നെ അലട്ടട്ടെ, ആ പ്രശ്നങ്ങളുമായി യേശുവിന്റെ അടുക്ക വന്നാൽ യേശു നിന്നെ വിടുവിക്കും. അപ്പൊ പ്രശ്നങ്ങൾ വന്നപ്പോൾ അമ്മ യേശുവിന്റെ അടുക്കൽ വരാൻ കാരണം വേറെ ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ അപ്പം യോസേപ്പും ചിലപ്പോ കണ്ടെന്ന് വരാം. കല്യാണമല്ലേ, അപ്പം യോസേപ്പും കാണാൻ സാധ്യത എടുത്തെഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. കാണും, കുടുംബക്കാര് പലരും കാണും, യേശുവിനേക്കാളും പ്രായമുള്ളവർ കാണും. പല ആൾക്കാരവിടെ വന്നിട്ടുണ്ട്. മത നേതാക്കന്മാര് കണ്ടെന്ന് വരാം, രാഷ്ട്രീയക്കാര് കണ്ടെന്ന് വരാം, എല്ലാവരും മിടുക്കന്മാരൊക്കെ വരും. പക്ഷെ അമ്മ യേശുവിന് എടുക്കലായി എന്നത് അതെന്താന്ന് ചോദിച്ചാൽ, യേശു ആരാണെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. രണ്ട് വാക്യമാണ് നമ്മൾ അതിന് അടിസ്ഥാനമായിട്ട് വായിച്ചപ്പോൾ ഇന്നലെ വായിച്ചത് രണ്ട് വാക്യം. ലൂക്കോസ് 2:11 ലൂക്കോസ് 2:51. ലൂക്കോസ് 2:11 ആദ്യം വായിക്കുക. കർത്താവായ ക്രിസ്തുവിന്റെ രക്ഷിതാവ് ഇന്ന് ലൂക്കോസ് ആണോ? 19 ലൂക്കോസ് 2:19. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. 51 വാക്യവും. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ ലൂക്കോസ് 2:19 51 രണ്ട് പദങ്ങൾ, അത് രണ്ടും സെയിമാ. മറിയ ഈ വാർത്ത, ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ഏത് കാര്യമെന്ന് ചോദിച്ചാൽ 1-2 കാര്യങ്ങൾ ഓടിച്ച് പറയുന്നതിന് നമ്മളൊരു സൂചന തന്നു. 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറത്തിൽ വന്ന് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ദൈവസ്ഥനെ നിൽക്കുന്ന ഗബ്രിയേല. അപ്പോൾ എന്താ കാര്യം? നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുക, നീ ഒരു മകനെ പ്രസവിക്കും. മറിയ ആശ്ചര്യപ്പെട്ടു, പേടിച്ചെങ്കിലും മറിയ മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയാകിയാൽ എങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി, മറിയം, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ രണ്ട് ശക്തികൾ വിശദീകരിച്ചിട്ടില്ലെങ്കിലും ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജ ഒരു ഭാഗം. ആ പുരുഷ പ്രജയുടെ വിശേഷത, അവൻ മാനവ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ കാര്യങ്ങളെല്ലാം സംഗ്രഹിച്ചെന്നില്ലേ? അപ്പോൾ മറിയയ്ക്ക് ഒരു കാര്യം ഉറപ്പായി, ഞാൻ പ്രസവിക്കാൻ പോകുന്ന എന്റെ ഉദരത്തിൽ ഉരുവാകുന്ന പുരുഷ പ്രജ മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാ. പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുത്തെ പരിശുദ്ധ രക്തം സകല പാപങ്ങളും പോക്ക് നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തത്താലാണ് നമുക്ക് ജയവും വിടുതലും. മറിയ ഈ കാര്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി
നമുക്കറിയാം ആ സന്ദർഭത്തിൽ ഒന്ന്, അവൻ പാപങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നവനാ. ഇത് മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. നാളുകൾ കഴിഞ്ഞു മറിയ ഗർഭവതിയായി, പ്രസവകാലം തികഞ്ഞു, നമ്മുടെ കർത്താവിനെ പ്രസവിച്ചു. ഇന്നലെ ഓർപ്പിച്ചല്ലോ, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടികൾ കൊണ്ട് കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാര് ആടുകളെ തീറ്റി അനന്തരം വിശ്രമിക്കുന്നു. പെട്ടെന്ന് ഒരു സ്വർഗീയ സൈന്യത്തിന്റെ ഗാനാലാപവും ഒരു മിന്നലും ഉണ്ടായി. അതാ ഇന്നലെ വായിച്ചത് 2:8 മുതൽ വായിച്ച ലൂക്കോസ് 2:8 മുതൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടുംകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ അതുകൊണ്ടൊക്കെയാ പറയുന്നത് യേശു ക്രിസ്തു ഡിസംബർ 25 അല്ല ജനിച്ചത്. ആണെന്നും പറഞ്ഞ ഈ കോലാഹലം എല്ലാം കാണിക്കുന്നത്. അന്നൊന്നും അല്ല ജനിച്ചത്. എന്തെല്ലാം മേളവാ നടക്കുന്നത്. യേശു ജനിച്ചത് എത്ര പേരാ ഓടെ കിടക്കുന്നത്. യേശു പശുത്തൊട്ടി കിടത്തിയെന്ന. യേശു ജനിച്ചതിന് ഇവനെല്ലാം ഓടെ കിടക്കുക. ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ റോഡിൽ സൈഡിലൊക്കെ കിടക്കുക, വസ്ത്രം പോലും ഇല്ല. യേശു ജനിച്ചു. പിന്നെ യേശു ജനിച്ചപ്പോ അങ്ങനെ ആയിരുന്നു. യേശു ജനിച്ചപ്പോ ശീലകൾ ചുറ്റിയ, അവന് ശീലകളൊന്നും ഇല്ലാതാ യേശു ജനിച്ചതിന്റെ. വളം അങ്ങോട്ട് തിരിഞ്ഞപ്പോ അവന് ഒരു വസ്ത്രമില്ലാതെ യേശു ജനിച്ചു. ഇവനും ജനിച്ച പോലെ കിടക്കുക. യേശു ജനിച്ചപ്പം ശീലകൾ. പിന്നെ അടിടയർ കൂട്ടമാക്കി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. അടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. രാജപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കർത്താവിന്റെ തിരുപ്പറവയില് അനട്ടടിയന്മാര് ആടുകളെ തീറ്റി വെളിയിൽ വിശ്രമിക്കുക. അതായത് പറഞ്ഞ ഡിസംബർ 25 അല്ലെന്ന്. ആ ദിവസം ഒന്നും അല്ല പ്രസവിച്ചത്. അത് പിന്നെ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ. ഏതായാലും നക്ഷത്രമെല്ലാം തൂക്കി കേക്കും മുറിച്ചോണ്ടെല്ലാം നടക്കുക. ഇപ്പൊ പെന്തിക്കോസുകാരും ആഘോഷിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴേ തുടങ്ങി. വേറെ നമുക്ക് എന്നെ ആഘോഷിക്കാനാ. അപ്പൊ പിന്നെ ഇതെങ്കിലും വന്ന് അന്നൊരു പരസ്യയോഗം. ആ ദിവസം ഭയങ്കര ആത്മഭാരം. അന്ന് തന്നെ അങ്ങ് പരസ്യയോഗം നടത്തുക. എനിക്ക് വന്ന അവധിയൊക്കെ കിട്ടുന്ന ദിവസവും എല്ലാവർക്കും ഒന്നിച്ച് പോകാൻ അതുകൊണ്ടായിരിക്കും അല്ലേ. നടക്കട്ടെ, അന്നേലും നടത്തുന്നല്ല, അതും വലിയ കാര്യം. ബന്ധുക്കോസുകാർ ഇപ്പം നക്ഷത്രമൊക്കെ കൊണ്ട് വാതൊക്കെ തൂക്കുന്നുണ്ട്, ലൈറ്റുമല്ല ഇണക്കുന്നുണ്ട്. ഇനി ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഇപ്പൊ തന്നെ പരുവക്കേടായി. ആട്ടെ, ഏതായാലും ഇവര് വെളിപ്രദേശത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നലുണ്ടായി. അടുത്ത വാക്യം വായിരും മോളെ. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ. വായിക്കാനൊരു ഇന്നലെ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്, ശക്തമായിട്ട് വായിക്കും. കർത്താവായ യേശുക്രിസ്തു, യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. മനസ്സിലായോ? ദൂതൻ ആട്ടിടയന്മാരോട് പറയുക, പിന്നെ നിങ്ങൾക്കായിട്ടൊരു രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അതിന്റെ മറുവശം ഞങ്ങൾക്ക് വേണ്ടി അല്ലെന്ന്. യേശു ഈ ഭൂമിയിൽ പൂജാതനായത് ദൂതന്മാരെ രക്ഷിപ്പാനല്ല, പിന്നെയോ മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ്. അവന്റെ ദൂതനെ രക്ഷിക്കാൻ. ദൂതൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ലല്ലോ സൃഷ്ടിച്ചത്. അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്.
ദൂതനെ ആ സാദൃശ്യത്തിലല്ലല്ലോ സൃഷ്ടിച്ചത്. എന്തുവാ, എങ്ങനെയാന്ന്? യെഹെസ്കേൽ 28:16 മുതൽ വായിച്ചോ മോളെ? വായിര്, പെട്ടെന്ന് വായിര്. യെഹെസ്കേൽ 28:16 മുതൽ താഴോട്ട് വായിച്ചേ. എന്റെ കണ്ണിക തുടങ്ങുന്നത് പോലെ വായിച്ചു. നീ സോർ രാജാവിനെ കുറിച്ച് വിലാപ വായിച്ചു. 28 11 മുതലല്ലേ? കണ്ണിക തുടങ്ങുന്നത് മുതല് യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്ന്, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. പിന്നെ നീ ദൈവത്തിന്റെ തോട്ടമായി ഏതെന്നായിരുന്നു? പിന്നെ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേദകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരിക്കുന്നു. അങ്ങനെയൊക്കെയായി ഈ പുള്ളിയെ സൃഷ്ടിച്ചത്. ഇതെല്ലാം നിന്നെ മൂടിയിരുന്നു. പിന്നെ നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിങ്ങളുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. പിന്നെ നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെറൂബായിരുന്നു. പിന്നെ ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ അവിടെ നിന്നെ ഇരുത്തിയിരുന്നു. പിന്നെ നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോകുന്നു. രഥങ്ങളുടെ മധ്യ നീ സഞ്ചരിച്ചു പോകുന്നു. പിന്നെ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ട. അപ്പൊ ഈ വിധത്തിലാണ് ദൂതന്മാരുടെ സൃഷ്ടിയും അതിന്റെ വിശേഷതകൾ. ഇങ്ങനല്ലല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ ദൈവം മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്, അല്ലാതെ കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നു ഒന്നുമല്ല. പിന്നെ ചില യോഗത്തിനൊക്കെ ചെന്ന് ചിലരുടെ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ നമുക്ക് തോന്നും ഡാർവിൻ പറഞ്ഞതാ. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. സൃഷ്ടിയുടെ മണിമകടമാ മനുഷ്യൻ. അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെ അവിടുത്തെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് കൊണ്ട് ആ മനുഷ്യന് വേണ്ടിയാ, ആ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപിയായ മനുഷ്യവർഗത്തെ രക്ഷിക്കാനാണ് യേശു ഭൂമിയിൽ അവതരിച്ചത്. പാപം ചെയ്ത ദൂതന്മാരെ രക്ഷിക്കാനല്ല, പാപം ചെയ്ത ദൂതന്മാരെ പിടിച്ച് ബന്ധിച്ചെന്ന യൂദ 6 ഇന്നലെ വായിച്ചതാ, ഒന്നുകൂടെ വായിച്ചു. യൂദ 6 തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലകിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചു. പാപം ചെയ്ത ദൂതന്മാർ, സ്ഥാനപ്രവിശം വന്ന ദൂതന്മാർ, കൃത്യവിലോപം കാണിച്ച ദൂതന്മാർ, വാഴ്ച കാത്തുകൊള്ളാതിരുന്ന ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ആ ദൂതന്മാരെ പിടിച്ച് ബന്ധിച്ചു വച്ചിരിക്കുക. എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ ഇറക്കി വിട്ടതിന് ശേഷം അവൻ സ്തോത്രം ദൈവം തമ്പുരാൻ ഈ പാപികളാകുന്ന മനുഷ്യനെ ന്യായവിധിക്കായിട്ടിട്ടേക്കുകയല്ല, അവരെ ന്യായവിധിയിൽ നിന്ന് അല്ല ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ ചെയ്യുവാൻ അവൻ തന്റെ ഓമനകുമാരന് ഈ താണലോകത്തിലേക്ക് ദൈവം അയച്ചു. അതാ ദൂതന്മാര് വന്ന് പറയുന്നത് നിങ്ങൾക്കായിട്ട് യേശു ജനിച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ അങ്ങ് സംഗ്രഹിച്ചു. കാരണം ദൂതന്മാര് പറഞ്ഞ കാര്യമെല്ലാം ഈ ആട്ടടയന്മാര് എന്ന് അമ്മയോട് പറഞ്ഞു കാണും. ആട്ടടയന്മാര് അവിടെ ചെന്നപ്പം അമ്മയും കുഞ്ഞും കിടക്കുക. അവര് ചെന്ന് പറഞ്ഞു കാണും, അമ്മാമ്മ ഞങ്ങള് ഇങ്ങനെ ചുമ്മാ ഓടി വന്നതല്ല, ദൂതൻ ഞങ്ങളുടെയൊക്കെ വന്ന് കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ന്യായമായിട്ട് ചോദിക്കാൻ എന്തോ പറഞ്ഞു. കാരണം ദൂതൻ പറഞ്ഞത് അമ്മയ്ക്ക് പറയാൻ ആഗ്രഹമുണ്ട്. കാരണം അമ്മയോട് പണ്ട് ദൂതൻ പറഞ്ഞതാണ്. അപ്പൊ അത് അമ്മയ്ക്ക് അറിയാം. ഇവര് വന്ന് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാകിയത് കറക്റ്റ് കാര്യമാണ്, വെളിയില്ലാത്തതിനോട് പറഞ്ഞിട്ട് കാര്യമായില്ല. ഇപ്പൊ നമ്മൾ രോഗശാന്തിയുടെ കാര്യം ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കും, അവൻ രോഗശാന്തി അനുഭവിച്ചോ വിശ്വസിക്കും. അല്ലാത്ത ചുമ്മാ വട്ട് പറയാന്ന് പറയും. അപ്പൊ അവനോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല ദൈവത്തിന്റെ മകത്ത്. അപ്പൊ അമ്മയ്ക്കറിയാം, അമ്മയോട് 6-ാം മാസം മുതലേ ദൂതൻ ഇടപെടാൻ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ആട്ടടയന്മാർ എന്ന് പറഞ്ഞപ്പോ അമ്മ ചോദിച്ചു കാണും, ഇടോ എന്നേക്ക് ദൂതൻ വന്ന് പറഞ്ഞത് അമ്മയോട് പറഞ്ഞതുപോലെ ആണോ, എന്തോ അതിന്റെ വ്യത്യാസം അറിയണമല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു കാണും, എന്റെ മറിയാമ്മേ ഞങ്ങളോട് പറഞ്ഞത്, ഒന്ന് സ്തോത്രം സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമായി കൊച്ചു. 2 നിങ്ങൾക്കായിട്ടൊരു ശിശു ഇന്ന് ജനിച്ചെന്ന് പറഞ്ഞു. മാത്രമല്ല ഈ ശിശു ജനിച്ചപ്പോൾ അവിടെ ഒരു വലിയ വെളിച്ചം ഉണ്ടായി.
എന്ന് പറഞ്ഞാൽ ഇരുളിനെ മാറ്റുന്ന പൈതലായി ശിശു. സ്തോത്രം. താഴോട്ട് പഠിച്ചു വരുമ്പോൾ സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ മോളെ, 8 താഴോട്ടുള്ള വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗം. ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളെല്ലാം ഏട്ടടയന്മാര് വന്ന് അമ്മയോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ വിശേഷത ഇത് രക്ഷിതാവാണ്. 2, ഈ കുഞ്ഞ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷമാണ്. ഇന്ന് രാത്രി ഒരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയുക, നിനക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിൽ, സന്തോഷം കൈവരിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ള രക്ഷകനാകുന്ന യേശുവിനെ ഉള്ളത്തിലേക്കെടുക്കണം. ജീവിതത്തിന്റെ നിരാശ മാറും, തകർച്ചകൾ മാറും, പാളിച്ചകൾ മാറും, അപാകതകൾ മാറും. നിന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, ദേശത്ത് സന്തോഷമുണ്ടാകും. അതിനൊരേ ഒരു മാർഗമാണ്. മദ്യം നിനക്ക് സന്തോഷം തരികയല്ല, ലഹരി പദാർത്ഥങ്ങളൊന്നും നിനക്ക് നിത്യസന്തോഷം തരുന്നതല്ല, മറ്റു പാപകൃതികളൊന്നും നിനക്ക് നിത്യസന്തോഷം തരത്തില്ല. നിത്യസന്തോഷം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. നമ്മുടെ സന്തോഷം എങ്ങനെയാണ്? സങ്കീർത്തനക്കാരെ പാടി, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുക. കന്നുകാലികൾ ചിലപ്പോൾ ഗോശാലയിൽ കണ്ടെന്ന് വരികയല്ല, അത്തിവൃക്ഷം തളർത്തെന്നും പൂത്തെന്നും വരികയല്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്ന് വരികയല്ല. എന്നാൽ ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഇന്ന് രാത്രി യേശു നിത്യ സന്തോഷമാണ്. അപ്പൊ 1, അവിടുന്ന് രക്ഷിതാവാണ്. 2, സ്തോത്ര സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷമാണ്. സ്തോത്രം. ഈ കാര്യമെല്ലാം അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ചു. സ്തോത്രം. അതിനുശേഷം വിദ്വാൻമാര് വന്നു. അവരെ കിഴക്കിൽ നിന്നാ വന്നത്. ചെല്ലി പറഞ്ഞ നമ്മുടെ ഈ ഏരിയ എന്നാ, അതൊന്നും ഞാൻ വിവരിക്കുന്നില്ല. പുറവത്ത് അതിനൊരു പള്ളിയൊക്കെ ഉണ്ട്, ആറിന്റെ കരയില്. അവിടെ നിന്ന് പോയെന്നും പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, എവിടെ നിന്നെങ്കിലും ചെല്ലട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മിക്കാറും ശരിയാ, വിദ്വാൻമാർ ഇവിടെ കൂടുതലും അല്ലേ. മറ്റേ അമേരിക്കയിലൊന്നും അത്ര വിദ്വാൻമാരില്ല. അവിടെ എങ്ങും വേറെ വിദ്വാൻമാരല്ല, ശരിയാകാനാ സാധ്യത. നല്ല വിദ്വാൻമാരല്ലേ ഇപ്പൊ ഇരിക്കുന്നതെല്ലാം. അപ്പൊ എന്തായാലും കൊള്ളാം. ഇവര് യേശുവിനെ കാണാൻ ചെന്നു. മോളെ മത്തായി 2:1 മുതൽ വായിച്ചോ. ഹെരോദാ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം പട്ടണത്തിൽ ജാതനെ, പട്ടണത്തിൽ ജാതനെ, പട്ടണത്തിൽ ജാതനെ, ഞാനികൾക്കുള്ളിരിക്കും, ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക് ഭയമേകും കാതലേ, ബേത്ലഹേം പട്ടണത്തിൽ ജാതലേ, ബേത്ലഹേം
ചെയ്ത നാഥനെ, പോയ പ്രതിജ്ഞ ചെയ്ത നാഥനെ, യോർദാൻ തോയത്തിൽ മജ്ജനം, തോയത്തിൽ മജ്ജനം ചെയ്ത ദൈവദാസനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ. അവൻ യേശുക്രിസ്തു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം ഒന്നുകൂടെ വായിച്ചു. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവൻ എവിടെ? എല്ലാരും ജനിച്ച നാളുകൾ കഴിഞ്ഞ് ഞാൻ രാജാവാകുന്നത്. അവിടുത്തെ വിശേഷത ജനിച്ചപ്പോഴേ രാജാവാ. സ്തോത്രം. രാജാവാന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ആ കാശിനാരും വില വെക്കുന്നില്ലെന്നുള്ളതാ വേറൊരു വിഷയം. ഞാനാണ് ഈ ദേശത്തെ, ഈ നാട്ടിലെ രാജാവ്, വെള്ളറടയിലെ രാജാവ്. പട്ടി പോലെ നിന്നെ കാണുമ്പോൾ പൗന്ന് വെക്കുക. രാജാവാ. രാജാവ് പുറകിരുന്ന് വലിയ സ്പീഡ് വിട്ടോളം പട്ടി വരുന്നുണ്ട്. അതാ രാജാവ്. എന്നാൽ യേശു ക്രിസ്തു ജനിച്ചപ്പോഴേ അവിടുന്ന് രാജാവ്. അതുകൊണ്ടാ വിദ്വാൻമാർ എന്ന് ചോദിച്ചു രാജാവായിട്ട് പറഞ്ഞവൻ പുറവിയിലെ രാജാവാ. അടുത്ത വാക്യം. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കു കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളെ ആ രാജാവിനെ നമസ്കരിപ്പാൻ വന്നിരിക്കുക. അടുത്ത വാക്യം. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് പുള്ളിക്കും ഭൂതി ഇളകി. ഇനി പുള്ളിക്കും ആരാധിക്കണം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. മാനസാന്തരപ്പെട്ടതല്ല, രൂപാന്തരം വന്നതല്ല, രക്ഷിക്കപ്പെട്ടതല്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്നാലും പുള്ളിക്ക് ഇളക്കം കയറി എനിക്ക് വന്ന് ആരാധിക്കണമെന്ന്. ഇത് ആരാധിക്കാനൊന്നുമല്ല, ഇവൻ ഭാര വെക്കാനായി തന്ത്രം ഒപ്പിക്കുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും പുള്ളി അമ്പരന്ന് അവനും യെരൂശലേമൊക്കെ ഭ്രമിച്ച് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും അകവാള് വിട്ടുപോയി. കാരണം വേറൊരു രാജാവ് ജനിച്ചെന്ന് അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അടുത്ത വാക്യം. ശാസ്ത്രിമാരെ എല്ലാവരെയും കൂട്ടിവരുത്തി ക്രിസ്തു എവിടെ ആകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് ശാസ്ത്രിമാരോടെല്ലാം ചോദിച്ചു. അവര് കൃത്യ സ്ഥലം പറഞ്ഞു. നീയോ? അവർ അവനോട് യഹൂദയിലെ ബെത്ലഹേമിൽ തന്നെ. അങ്ങനെ തന്നെ പ്രവചന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ യഹൂദദേശത്തിലെ ബെത്ലഹേമി, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിന്റെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നിങ്ങനെ പ്രവാചകനോട് പഠിച്ചു വരുമ്പോൾ ഫെരോദാവ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ എന്ന് ആരാധിച്ചേച്ച് കൊച്ചിനെ എല്ലാം കണ്ടെച്ച് തിരിച്ചു വന്ന് എന്നോട് പറയണം, ഞാനും പോയെന്ന് ഒന്ന് ആരാധിക്കണം. പുള്ളിക്ക് അങ്ങനെ ചില ചിന്തകളുണ്ടായി. വിദ്വാന്മാരുടെ ദൈവം പറഞ്ഞു, നീ ആ വഴിക്ക് പോയേക്കെന്ന് പറഞ്ഞു. ഇവൻ കുറുക്കനാ. ഇവൻ പിന്നെ അവനെ യേശു നേരിട്ട് പറഞ്ഞതാ, ഇല്ലയോ? അവന്റെ കുറുക്കന്റെ തനി സ്വരൂപമായി കാണിച്ചത്. ഞാനും ഒന്ന് ആരാധിക്കാൻ പോവാണ്. ഇവൻ ആരാധിക്കുമ്പോൾ മൊബൈലിൽ തോണ്ടിരിക്കുക. ഇവൻ കുറുക്കനാന്ന്. എല്ലാവരും ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ തോണ്ട കുറുക്കനാ. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇങ്ങനെ നോക്കി ആരൊക്കെ, ഇവൻ കുറുക്കനാ. നിങ്ങൾ സമാജത്തിനൊക്കെ ചെന്ന് എല്ലാവരും ഇപ്പൊ സ്റ്റേജിലാണെന്നില്ല, ഞാൻ ബഹുമാനിച്ചാ പറയുന്നത് നിങ്ങളുടെ കാര്യമല്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ട് അവരുടെ കാര്യം തന്നെ. ജനമെല്ലാം ആത്മാവിലാകുമ്പം പയ്യെ ഇരുന്ന് മൊബൈൽ നോക്കി തോണ്ടുക, മാന്തി ആരാധിക്കുകയല്ല. അവൻ കുറുക്കനാ. സഭയുടെ പ്രസിഡന്റ് ആയിരിക്കും, പക്ഷെ അവൻ വലിയ കുറുക്കനാ. അപ്പൊ യേശു നേരിട്ട് പറഞ്ഞത് ആ കുറുക്കനോട് ഭഗവാൻ പറഞ്ഞു. അവൻ കുറുക്കന്റെ സ്വഭാവമാണ്. അവൻ പറഞ്ഞു, എനിക്ക് വന്ന് ആരാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്ന് സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ദൈവം തമ്പുരാൻ അതങ്ങ് തടഞ്ഞു. വേറെ വഴിക്ക് വിട്ടു. എനിക്കൊന്ന് ആ വഴി എങ്ങാണ്ട് ആ പുറവത്ത് വന്നെന്നാ അവര് പറയുന്നത്. അവിടെ പള്ളിയൊക്കെ ഉണ്ട്. ആട്ടെ, അടുത്ത വാക്യം വായിച്ചേ മോളെ. രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബെത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് ആരാധിക്കണം. പിന്നെ വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്കു കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചെന്നല്ല, നക്ഷത്രം വാതിൽക്ക് തൂക്കിയെന്നല്ല. അതാ സ്തോത്രം. അത് ഈ നക്ഷത്രം അല്ലല്ലോ.
നേരെ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയാക്കണം. അപ്പൊ നക്ഷത്രം കണ്ടത് കൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. പിന്നെ ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോട് കണ്ടിട്ട് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. വീണ് അമ്മയെയും മകനെയും കൂടെ മടങ്ങിയെന്നല്ല, പിന്നെയോ വീണ് അവനെ നമസ്കരിച്ചെന്ന. അമ്മ അടുത്ത് കിടപ്പുണ്ട്. അമ്മയ്ക്ക് പകരം വേറെ ആരെയും വെക്കാനൊക്കത്തില്ല. അമ്മയുടെ സ്ഥാനം അമ്മയ്ക്ക് തന്നെ. അമ്മ അത്രക്ക് മാന്യ സ്ത്രീയും, അമ്മയ്ക്ക് അതുപോലെ ബഹുമാനം കൊടുക്കണം. പക്ഷെ ആരാധന അമ്മയ്ക്കല്ല, ആരാധന അവനാ. പ്രൈസ് ദി ലോർഡ്. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? അമ്മേനെ ആരാധിക്കരുത്, അപ്പനെ ആരാധിക്കരുത്. പിന്നെയോ അമ്മേനെ അപ്പനെയും ബഹുമാനിക്കണം. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പനെ അമ്മയെ ആരാധിക്കാൻ ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. പിന്നെ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. വായിച്ചേ മോളെ, ഒരു വാക്യം, ഒത്തിരി വാക്യമുണ്ട്. എഫേസ്യർ 6:1 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ചിലക്ക് ആരെ ആരാധിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് ആദ്യം അമ്മയെ കയറി അങ്ങ് ആരാധിക്കും. അമ്മ അടുത്തിരിക്കുകയല്ലോ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെ ആരാധിക്കണം. അങ്ങനെയാണോ? അല്ല, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ഒരു കാര്യം പറയാ, അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അപ്പനെ അമ്മയെ ആരാധിക്കരുത്. ആരാധിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അത് ഞാൻ എല്ലാവരോടും പറയാം, അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഇപ്പൊ അങ്ങനെ വലിയ ബഹുമാനം ഒന്നും മിക്കടുത്ത് അപ്പനും അമ്മയും പ്രായമായ അവര് മൈൻഡ് ചെയ്യത്തില്ല. ചിലര് എവിടെ പോകുന്നെന്ന് പോലും തന്തയോടും നല്ലയോടും പറയത്തില്ല. സ്തോത്രം. അപ്പനും അമ്മയും മാതൊക്കെ ഇരിക്കുക, മക്കൾ എവിടെ പോകുന്നു ഞങ്ങൾക്കറിയാം. പിന്നെ തള്ള അപ്പനെ ഒന്ന് നോക്കി ഉടനെ അപ്പം പറയാം, എന്തുവാ, ഒരു ബഹുമാനവും ഇല്ല. പണ്ടൊക്കെ പ്രായമുള്ള മാതാപിതാക്കളെ ഇപ്പോഴും അങ്ങനെ ബഹുമാനിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിലൊക്കെ ഐശ്വര്യവും നന്മയും ഉണ്ടാകും. മാതാപിതാക്കളെ ബഹുമാനിക്കണം. പ്രായമുള്ള അമ്മയെ ബഹുമാനിക്കണം, ആദരിക്കണം. പ്രായമുള്ള അപ്പനുണ്ട്, അപ്പൻ കഷ്ടപ്പെട്ട് വളർത്തിയത്, അപ്പനെ ബഹുമാനിക്കണം. പ്രായമായ ചിലപ്പോൾ അതിന്റെ ചിലതായ പിടിവാശികളൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പഴയ ആൾക്കാരല്ലേ, പഴയ മണ്ണല്ലേ, പഴയ രീതികളിൽ വളർന്നവരല്ലേ. അപ്പൊ അതിൻ്റെതായ ചില രീതികളൊക്കെ കാണും. എങ്കിലും മക്കൾ അതൊക്കെ സഹകരിച്ച് ക്ഷമിച്ച് മാതാപിതാക്കളെ ബഹുമാനിക്കണം. നീ ബഹുമാനം കൊടുത്താലേ നിന്റെ കുഞ്ഞും അത് കണ്ടായി വളരുന്നത്. അപ്പനും അമ്മയ്ക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കുന്നത് മക്കൾ കാണണം. എങ്കിലേ കർത്താവ് വരാൻ താമസിച്ച് ആയുസ് വരും. നീ പ്രായമാകുമ്പോൾ കൊച്ചുങ്ങൾ നിനക്ക് കൊണ്ട് തരുവുള്ളൂ. മനസ്സിലായോ? അപ്പനോടും അമ്മയോടും മര്യാദയ്ക്കും മാന്യമായിട്ട് സംസാരിക്കുന്നത് മക്കൾ കണ്ട് വളരണം. അങ്ങനെ കണ്ടു വളരുമ്പോൾ നീ പ്രായമാകുമ്പോൾ ഈ പിള്ളേർ നിന്നോടും അതുപോലെ ഇടപെടും. ഇല്ല, നിന്നെ ഒറ്റയടിക്ക് കനാലിലിടും. അവിടെ കിടന്നുകൊണ്ട് അപ്പോ പട്ടിമൂക്കും പോലെ പോകാന്നല്ലാതെ നീ രക്ഷപ്പെടുകയല്ല. ബഹുമാനം കൊടുക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരെ വൃദ്ധസദനത്തിലും അനാഥാലയത്തിലൊന്നും വിടരുത്. ചിലപ്പോൾ ചൂടുകഞ്ഞിയും മുള കൊടുത്തതായിരിക്കും മതി. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ആ വീട്ടിൽ പാർക്കണം. ഇപ്പൊ അനേക ഇടങ്ങളിൽ അപ്പനെ അമ്മയൊന്നും അന്വേഷിക്കില്ല. കാശുണ്ടാക്കാനായിട്ട് കൊച്ചുങ്ങൾ ഇങ്ങനെ കിടന്ന് പരാക്രമം എടുക്കുക. അതിനതിന് അപ്പനെ അമ്മയൊക്കെ ഹോം നേഴ്സാണ് നോക്കുന്നത്. തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും മക്കൾ നോക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. സ്തോത്രം. നമ്മൾ കുഞ്ഞിലെ അമ്മയപ്പനും അങ്ങനെ ചെയ്തില്ലല്ലോ. നമ്മളെ അവരെ അന്വേഷിച്ചതല്ലേ, ശുശ്രൂഷിച്ചതല്ലേ. എത്ര തിരക്കും എത്ര ബത്തപ്പാടും എത്ര ജോലി എത്ര പ്രാരാബ്ദം ഉണ്ടെങ്കിലും അപ്പനും അമ്മയും നമ്മളെ ശുശ്രൂഷിച്ചില്ലേ. അത് തിരിച്ച് നമ്മൾ മാതാപിതാക്കൾക്ക് ചെയ്യണമെന്ന തിമത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. അത് പറയാൻ വന്നതല്ല, എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് വായിച്ചോ മോളെ. ആരെങ്കിലും ഗുണമാകട്ടെ. വായിച്ചോ മോളെ. തിമത്തിയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 2 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചോ. മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെ പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവന്മാരായിരിക്കുന്ന വിധവന്മാരെ മാനിക്കുക. വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച
അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, പുത്രപൗത്രന്മാർ അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം. ഇന്നാളൊരാൾ വായിച്ചു അമ്മായിയപ്പന്മാർക്ക്. അത് നല്ല അല്ല, ചിലരങ്ങനെ സ്വന്തം അപ്പനോടും അമ്മയോടും വലിയ താല്പര്യമില്ല. അമ്മായിയപ്പനെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു മിക്കവരും ആദ്യം പേർച്ചയെ കൊണ്ടുവന്ന് അമ്മായിയപ്പനെ അമ്മായിയമ്മയാ. മിണ്ടുകാലെന്ന് എനിക്കറിയാം, എല്ലാവരുടെയും കാര്യമല്ല. ആദ്യം പേർഷ്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഭാര്യയുടെ അപ്പനെ അമ്മ അത് അവന്റെ കുഴപ്പമില്ല, അവന് സ്വന്തമായിട്ട് കിടന്നുറങ്ങണ്ടേ. അവന്റെ അപ്പനെ അമ്മ ആദ്യം കൊണ്ടുപോയ അന്ന് മുതൽ ജോയിക്കിട്ടോട് ഉറക്കം. അവരവിടെ ആദ്യം ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്രമീകരണം എല്ലാം ചെയ്തതിന് ശേഷമേ പിന്നെ ഒക്കുന്നെങ്കിൽ. മിണ്ടുന്നില്ലല്ലോ കാര്യം. എന്നാ മിണ്ടാനാ, അനുഭവിച്ച് വെച്ചിരിക്കുന്നതിന് ഇപ്പം വിളിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ മിക്ക വീട്ടിലും കുടുംബകലകം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പ്രാർത്ഥനാ വിഷയമായിട്ട് ആൾക്കാർ വരും. അപ്പൊ ഈ മിക്കവർ അമ്മമാര് വന്ന് പറയാം, പാസ്റ്റർ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാ അവിടെ വീട്ടിൽ വലിയ പ്രശ്നമാണ്. എന്നാ അതെ, അവന്റെ അമ്മ പറയും പോലെ കേൾക്കുള്ളൂ. അവന്റെ അമ്മയാ എല്ലാം നിയന്ത്രിക്കുന്നു. അവന്റെ അമ്മ പറയും പോലെ അവൻ. അപ്പൊ ഇവിടെ അമ്മ പറയാൻ പോലെ ചെയ്യുന്നത് മുഴുവൻ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഇവിടെ അമ്മ പറയാൻ പോലെ അവള്. ഈ മിക്ക അമ്മമാരും പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞ പാസ്റ്റർ എന്നെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നോട് ഞാൻ പേരും സ്ഥലവും ഒന്നും പറയത്തില്ല. സുശേഷമല്ല ചെയ്യുന്നൊരു കുടുംബം, അവര് ഭാര്യയും ഭർത്താവും കൂടെ ഒരിക്കലും വിഷയം പറഞ്ഞു പിന്നെ മോക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നെ വലിയ പ്രശ്നമാണ്, അവന്റെ അമ്മയും അപ്പനും പറയും പോലെ കേൾക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തോ വിഷയം പറ. അവനൊരു പെങ്ങളുണ്ട്, കിട്ടുന്നതെല്ലാം അപ്പനും അമ്മയും അവർക്കാണ് കൊടുക്കുന്നത്. അത് തന്നെ ഇവിടെ നടക്കുന്നത്. അത് തന്നെ നീ വിതയ്ക്കുന്നതല്ലേ കൊയ്യുന്നേ. നീ നിന്റെ വീട്ടിൽ ഇരുന്ന് മോളെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് അതിനനുസരിച്ച് അവൾ അവിടെ പ്രവർത്തിക്കുന്നത്. അന്നേരം അത് തന്നെ അപ്പുറം പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യം നീ ഫോൺ ചെയ്തും നിന്റെ കുരുക്കൊന്ന് നിർത്തും, അന്നേരം അവളും അവിടെ നിർത്തും. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, മോൻ കല്യാണം കഴിച്ചാണോ? മിക്കവാറും അതൊക്കെ മനസ്സിലാക്കി വേണം ഇടപെടാൻ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടല്ലോ. വളരെ പ്രാർത്ഥിച്ച് സൂക്ഷിച്ച്. അല്ല, ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നി പുള്ളി നമ്മളും ആയില്ലല്ലോ. ഒരു കാര്യം എന്ന് രാത്രി പറയാ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ ശുശ്രൂഷിക്കണം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ സ്വടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. ഇവിടെ അമ്മയും മകനും അടുത്ത് കിടക്കുക, യേശു കുഞ്ഞും അമ്മയും കിടക്കുക. വിദ്വാൻമാര് വന്ന് കണ്ട് വീണ് വണങ്ങി നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന് മൂറ് കുന്തിരിക്കും അത് തൃക്കാൽക്കൽ വെച്ചതിന് ശേഷം വീണ് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞ അവനെ ആരാധിച്ചു. സ്തോത്രം. അവനെ ആരാധിച്ചു. അമ്മ അടുത്ത് കിടപ്പുണ്ട്, ആരാധന അമ്മയ്ക്കില്ല. അമ്മയാ, അമ്മയെ ബഹുമാനിക്കും, പക്ഷേ ആരാധന മുഴുവൻ യേശുവിനാണ്. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അമ്മയും കയറി ആരാധിക്കരുത്, അപ്പനെയും കയറി ആരാധിക്കരുത്, ഉപ്പാപ്പനെ ആരാധിക്കരുത്, കൊച്ചമ്മേനെ കയറി ആരാധിക്കരുത്, അമ്മാമ്മയെ കയറി ആരാധിക്കരുത്. വേറെ ആരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആര് ആരാധിക്കരുത്. കന്നുകാലിയെ കയറി ആരാധിക്കരുത്, മനുഷ്യനെ കയറി ആരാധിക്കരുത്, ഈ ചരാചരത്തെ ഒന്നും ആരാധിക്കരുത്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തിനെയും കയറി ആരാധിക്കരുത്, ഈ കാണുന്ന ഈ പൂഴിയും മണ്ണും ഈ കോലും കാലും അതിനെയൊന്നും കയറി ആരാധിക്കരുത്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്.
മറ്റുള്ളതിനോടൊക്കെ അതിനെയൊക്കെ ബഹുമാനിക്കുകയും കരുതുകയും സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യണം. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം തമ്പുരാൻ മാത്രമാ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം. കുഞ്ഞാടേ, നീ അറക്കപ്പെട്ടു, നീ യോഗ്യൻ. നീ ആരാധനയ്ക്ക്, സ്തോത്രത്തിനും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും മഹിമയ്ക്കുമല്ല യോഗ്യൻ ഒരുവനെയുള്ളൂ, നസറേയനായ യേശുക്രിസ്തു. Praise the Lord. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. കാരണം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ആരാധന കാണുന്നുണ്ട്. 24 മൂപ്പന്മാര് കിരീടമെല്ലാം താഴോട്ടിട്ട് വീണ് കുഞ്ഞാടിന്റെ മുമ്പാകെ കവിണ് വീണ് കുഞ്ഞാടിനെ ആരാധിച്ചു. അതെന്നാ യേശുവിനെ ആരാധിക്കാൻ കാരണം? ഒന്ന്, അവൻ വീണ്ടെടുത്തവനാ. 2, അവൻ ജയം പ്രാപിച്ചവനാ. 3, അവൻ രക്ഷിക്കാൻ കഴിവുള്ളവനാ. ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. വന്നുമാകരുതിന്റെ അടുക്കൽ പറ്റിയോടെ പൊന്നമൂര കുന്തിരിക്ക കാഴ്ച വച്ചു. വന്നുമാകരുതിന്റെ അടുക്കൽ പറ്റിയോടെ പൊന്നമൂര കുന്തിരിക്ക കാഴ്ച വച്ചു. ഉന്നതാധികാരമുള്ള മന്നവനെ എന്നു തങ്ങൾ സന്നമിച്ചു ഘോഷിക്കുന്നിതാ. നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയും ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. തക്കയാഗമായി ഭരിച്ചു കുരിശിൽ നീ. തക്കയാഗമായി ഭരിച്ചു കുരിശിൽ നീ. കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. നശിക്കുന്നേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയും ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ, ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. അപ്പൊ ഈ കാര്യവും വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. മോശയുടെ ന്യായപ്രമാണ പ്രകാരം 8-ാം ദിവസമെല്ലാം കുഞ്ഞുങ്ങളെ അവൻ മോശയുടെ നിയമം അനുസരിച്ച് ദൈവാലയത്തിൽ കൊണ്ടുചെല്ലണം. അപ്പോൾ യേശു കർത്താവിനെ കൈകളിലേന്തി ഔസേപ്പ് പിതാവും അമ്മ മറിയവും കൂടെ ദൈവാലയത്തിൽ ചെല്ലുക. ദരിദ്രരായതുകൊണ്ട് കാളയെ ആടിനെ ഒന്നും കൊണ്ടുചെല്ലാൻ അതിനുള്ള വകയില്ല. കുറുപ്രാവുമായിട്ടാണ് ചെന്നാൽ നമുക്കറിയാം. യേശു കർത്താവിന്റെ കൈകളിലേന്തി ഈ പ്രാകുഞ്ഞൊക്കെ ആയിട്ട് ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ പുരോഹിതന്മാര് നിന്ന് ശുശ്രൂഷിക്കുന്നു, യാഗം നടത്തുക. അപ്പോൾ കാളെ കൊണ്ടുവരുന്ന കറിയാച്ചനും ആടുമായിട്ട് വരുന്ന അവറാച്ചനും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുരോഹിതന്മാരെല്ലാം അവരെയായി നോക്കുന്നത്. അവറാച്ചനെ കാണുന്നില്ലല്ലോ, കാരണം ഇതിന്റെ ഒരു വിഹിതം പുരോഹിതനുണ്ട്. ചില മാംസം കിട്ടും, ചില എല്ലാ കണക്കിനും കിട്ടും. അപ്പൊ അതുകൊണ്ട് കറിയാച്ചനും അവറാച്ചനും വന്നോന്നാ യോഗത്തിന് വന്നാലും നോട്ടം. ചിന്ന അവിടെ ഇരിപ്പുണ്ട്. ചിന്നയ്ക്ക് അതിൽ ഒരു പ്രാങ്കുഞ്ഞനെ പള്ളിക്ക് പിടിച്ചോടിച്ചു. ചിന്ന അതേ ഉള്ളൂ. അവറാച്ചൻ അങ്ങനല്ല. അപ്പൊ പുരോഹിതന്മാരെല്ലാം ആടും കാളയായിട്ട് വരുന്നവരെ ആ ഉന്നം വെച്ച് നിൽക്കുന്നത്. ഇതിനെ കണ്ടിക്കുമ്പോഴും നോക്കുന്ന കറിയാ വരുന്നുണ്ടോ എന്നാ. ഇതിന്റെ ഒരു വിഹിതം ഇവർ കൊള്ളണം. അങ്ങനെ ഇവര് നിൽക്കുമ്പോൾ ആ ദൈവാലയത്തിൽ യേശു കർത്താവുമായിട്ട് അപ്പനും അമ്മയും വരുന്നത് ഒരൊറ്റ പുരോഹിതന്മാര് പോലും ശ്രദ്ധിച്ചില്ല. എന്റെ ഭാഷ പറഞ്ഞ് ഗൗനിച്ചില്ല.
ആരും മൈൻഡ് ചെയ്തില്ല. അവരാ കുഞ്ഞുമായിട്ട് ദൈവാലയത്തിൽ ഇങ്ങനെ നിൽക്കുക. പക്ഷെ അവിടെ ഒരു പരമാർത്ഥ രഹസ്യം വിളിച്ചു പറഞ്ഞത്, അല്ലയോ പുരോഹിത വൃന്ദങ്ങളെ, നിങ്ങൾ ഈ കാണിക്കുന്ന കാട്ടായം ഉണ്ടല്ലോ, ആടിനെ കണ്ടിച്ചും കാളെ കണ്ടിച്ചും അതിന്റെ കളയേണ്ടതെല്ലാം കളഞ്ഞ് യാഗവസ്തുവിനെ കണ്ണമായി നുറുക്കി യാഗപീഠത്തിൽ അടുക്കി ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ടാണല്ലോ ഹോമയാഗം തികച്ചു ഭസ്മമാകുന്നത്. ആ യാഗം അത് നിഴല. സാക്ഷാൽ യാഗമായവൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. സാക്ഷാൽ യാഗമാകേണ്ട യേശു, ദൈവത്തിന്റെ പരമയാഗമാകേണ്ട ക്രിസ്തു ദൈവാലയത്ത് വന്നു. ഒരൊറ്റ പുരോഹിതന്മാര് പോലും ശ്രദ്ധിച്ചില്ല. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ ക്രിസ്ത്യാനികളുടെ തന്നെ ആണെങ്കിലും കാജില്ലാത്തവനെ കണ്ട ആരാ ശ്രദ്ധിക്കുന്നത്? സഭയിൽ വന്നാലും ആരും അങ്ങനെ വലുതായിട്ട് എല്ലാവരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ കാശുള്ള അവറാച്ചനെ അന്നേ കൈ ഒന്നുകൂടെ കുളിക്കും. അവറാച്ചൻ വിടാൻ ഒരുങ്ങിയാലും വിടുകയല്ല. പിന്നെ നമ്മൾ അവറാച്ചനെ പിടിച്ചോണ്ട്, അവറാച്ചൻ കൈ ഊരാൻ നോക്കിയിട്ടൊന്നും നമ്മൾ പിന്നെ പിടിച്ചോണ്ട് അങ്ങ് നടക്കുക. അത് കാജില്ലാത്തൊരു പാവത്തനെ വന്ന് കൈക്ക് പിടിച്ചാൽ നമ്മൾ 2 പേരില്ല. നാളൊരു ഉപദേശം എനിക്ക് തന്നിങ്ങനെ 1 പേരില്ല, ബാക്കി 4 എണ്ണം അവനങ്ങ് ഒതുക്കി. അങ്ങനെയുള്ള മിടുക്കന്മാരുണ്ട്. മിനിഞ്ഞാന്ന് കുമ്പനാട്ട് വെച്ചെടുത്താൻ 2 പേരിൽ തന്നു. അങ്ങനെയൊക്കെയുള്ള രീതികളാണ്. സ്തോത്രം. അപ്പോൾ ഒരു പുരോഹിതന്മാർ പോലും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ഒരു ഭക്തനായ മനുഷ്യരുണ്ട്, ശിമിയോൻ. അവനെ അരുളപ്പാടുണ്ടാക്കി, നീ കർത്താവാക്കുന്ന ക്രിസ്തുവിനെ കാണാൻ മരിക്കത്തില്ല. നല്ല പ്രായമുണ്ടെങ്കിലും മൂപ്പിലായി ഇങ്ങനെ ഇരിക്കുക. അന്നേരം പെട്ടെന്ന് ദൈവാത്മ നിയോഗം ഉണ്ടായി. പെട്ടെന്ന് പള്ളിയിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് പള്ളി വന്നപ്പോൾ അങ്ങേര് കണ്ടിക്കുന്ന കാളേനെയും കാളെ കണ്ടിക്കുന്ന കാളെ കൊണ്ടുവന്ന കറിയാച്ചനെയും അത് കണ്ടിക്കുന്ന കുരിയച്ചനുപദേശിനെയും ഒന്നുമല്ല പുള്ളി കണ്ടത്. പുള്ളി സൂക്ഷം വന്നപ്പോൾ യേശു കർത്താവിനെ കണ്ടു. ശിശുവുമായിട്ട് ദൈവാലയത്തിൽ നിൽക്കുന്ന മാതാപിതാക്കളെ കണ്ട ശിശുവിനെ കണ്ട് അങ്ങോട്ട് ഓടി ചെന്ന് ആ കൊച്ചിനെ ഇഞ്ഞ് കയ്യിലോട്ട് വാങ്ങി പറഞ്ഞു, ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുക. വായിച്ച മോളെ ആ വാക്യം വായിച്ച 2-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ശിമിയോൻ വന്ന ആ ഭാഗമുണ്ടല്ലോ, അതിന്റെ 28 മുതലുള്ള തിരുവെടുത്തല്ലേ ആ താഴെ. അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. പിന്നെ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയാണ് ക്രിസ്തു. സകല ജാതികൾക്കും ഒരുവനെയുള്ള രക്ഷകൻ യേശു ക്രിസ്തു. മനുഷ്യനായി ജാതിയും വർഗവും മരണവും ഉണ്ടാക്കി വെച്ച ദൈവത്തിന് ഇത് വിഷയമല്ല. ആട്ടെ, അങ്ങനെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇന്ന് രാത്രി പറയുക, സകല ജാതികൾക്കുമുള്ള രക്ഷ കർത്താവാകുന്ന യേശു ക്രിസ്തു. നീ ഏത് ജാതിയില, മതത്തില, കുലത്തില, കുടുംബത്തില, നിറത്തില, അതൊന്നും ദൈവത്തിന് വിഷയമല്ല. എന്നാ യേശുവിന്റെ അടുക്കൽ ആർക്ക് എപ്പോ വേണേലും വരാം. ഇന്ന ജാതിയാ ഇന്ന വർഗമാ പറഞ്ഞ മാറ്റി നിർത്തത്തില്ല. ആർക്കും വരാം. പിള്ളേർക്കും വരാം, പെണ്ണുങ്ങൾക്കും വരാം, കൊച്ചുങ്ങൾക്കും വരാം, പ്രായമുള്ള അപ്പനും വരാം. ആക്കമുള്ളതിനെല്ലാം വരാം. ആക്കമില്ലാത്തത് ഇരിക്കുന്ന ഇടത്ത് കിടക്കുന്ന ഇടത്ത് അവരുടെ അടുക്കൽ യേശു അങ്ങോട്ടും വരും. എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, എന്നെ എടുത്തോണ്ട് പോകാൻ ആരും ഇല്ല. നിന്നെ ആരും ചുമിക്കൊണ്ട് പോകുകയും വേണ്ട യേശുവിനെ കാണിക്കാൻ. ഇങ്ങോട്ട് കയറി ഇരുന്ന് കൊണ്ടുപോയേക്കാന്ന് യേശുവിനെ കാണിക്കാൻ. അങ്ങനെ വയ്യാഴിയായിട്ട് കിടക്കുകയാണ്, യേശു നിന്റെ അടുക്ക വരും. അതിനാ ജീവനുള്ള ദൈവം. സ്തോത്രം. ജീവനുള്ള ദൈവമാണ്. നിന്റെ അടുക്ക നടന്നു വരുന്നവനാ ക്രിസ്തു. ഏത് വ്യക്തിക്കും യേശുവിന്റെ അടുക്ക വരാം. ഏത് സമയത്തും ചെല്ലാം, ആർക്കും ചെല്ലാം. ചിലരെ എല്ലായിടത്തും ഒന്നും എല്ലാവരും കയറ്റുകയില്ല, ഇരുത്തുകയില്ല, കയറാനോട്ട് ഒക്കത്തുമില്ല. കയറുവെന്നൊക്കെ പറഞ്ഞ് വെളിയിൽ കൂടെ പാടി നടക്കുന്നുണ്ട് ചിലര്. ഒരു ദിവസം ഞാൻ മിക്കവാറും ഇപ്പം ഇത്രയും പ്രായമായി, ഇനി ഒട്ടും കയറ്റുകയില്ല. ഒരു ദിവസം ഞാൻ കയറും. മേഴ്സിയുടെ ഇവിടെ മോന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ ഉടനെ അവര് കയറുമെന്നും പറഞ്ഞ് മെയിൻ റോഡെയൊക്കെ പാടി നടക്കാം. എനിക്ക് തോന്നുന്നില്ല കയറ്റുവന്ന്.
ഈ അടുത്ത സമയത്ത് നടന്ന കാര്യം തന്നെ. എത്ര കല്യാണം മുടക്കിയച്ചാ? പോട്ടെ. യേശുവിന്റെ ഇടയ്ക്ക് ആർക്കും വരാം, ഏത് സമയത്തും വരാം. യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതെ എന്റെ യേശു നല്ലവൻ, യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. മുൻപിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി. നീണ്ട മരുഭൂവിലുള്ള കയ്യ താങ്ങിടും യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ. ഓ നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കുക. യേശുവിന്റെ ഇടയ്ക്ക് ആർക്കും വരാം, ഏത് വ്യക്തിക്കും വരാം. ഒരു ഭൗതിക വസ്തുവും കൊണ്ട് കൊടുക്കണ്ട. അവൻ സ്വന്തം നല്ല മനസ്സോടെ കടന്നു പോ. യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിനക്ക് സമാധാനം നൽകും, യേശു നിനക്ക് ആശ്വാസം നൽകും. ആ അധ്വാനിക്കുന്നവര്, ഭാരം ചുമക്കുന്നവരുള്ള മുഴുവൻ ആൾക്കാരും വരാനാ പറഞ്ഞേ. സ്തോത്രം. ആർക്കും യേശുവിന്റെ അടുക്ക വരാം. അതുകൊണ്ടാണ് ശിബിയോൻ എന്ന് പറയുക, സകല ജാതികൾക്കും ഒരുക്കിയ നിന്റെ രക്ഷ. യേശു ക്രിസ്തു സകല ജാതികൾക്കും വേണ്ടി ഇറങ്ങി വന്നവനാ. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ഒരു സംഘടനയ്ക്കോ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യജാതിക്ക് വേണ്ടി ഇറങ്ങുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഈ കാര്യോ മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. അങ്ങനെ തന്നെ അവിടെ വേറൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആമേൻ. അന്നാമ്മ 36 വാക്യം വായിച്ചേ. 36. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. പ്രായമുള്ള അമ്മയുടെ രീതി കണ്ടോ? അല്ലാതെ അപ്പുറത്തെ വീട്ടിൽ കഴിഞ്ഞ് ഉണയും കൊതിയും പറഞ്ഞ് രാവിലെ വെളുപ്പിനെ ബെയ്ത്തോമിൽ ചെന്ന് ഭാഷണവാദിയോടും കുരുക്കെല്ലാം ഒപ്പിച്ച് സ്വോത്രം യോഗം കഴിഞ്ഞും പോകാതെ സിറ്റൗട്ടി ഇരുന്ന് പിന്നെ ഉള്ളവരോട് കുരുക്കെല്ലാം ഒപ്പിച്ച് അങ്ങനെയല്ല തള്ള. മനസ്സിലാകുന്നുണ്ടോ? മരുമകളുടെ കുറ്റവും പറഞ്ഞ്, മക്കളുടെ കൊച്ചുമക്കളുടെ കുറ്റവും പറഞ്ഞ് ആമന് കൂട്ടിക്കെട്ടി കുരുക്കൊപ്പിച്ച് നടക്കുന്ന തള്ളയല്ല. ശരിക്കും ഉറങ്ങാതെ ശരിക്കും കേൾക്കൊന്നുകൂടെ വായിച്ചാൽ മോളെ. അമ്മ എങ്ങനെയായിരുന്നു? അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും. വിധവയാ അമ്മ, വിധവയാ. പള്ളിയോട് ബന്ധപ്പെട്ടാ നിൽക്കുന്നത്, ദൈവാലയത്തിലുണ്ട്. പിന്നെ വളരെ വയസ്സ് ചെന്നവളുമായി നല്ല പ്രായമുള്ള അമ്മ ദൈവാലയം വിട്ടു പിരിയാതെ, ആലയം വിട്ടു പിരിയുന്നില്ല. പിന്നെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി പ്രായം ഉണ്ടെങ്കിൽ അമ്മ ഉപവസിക്കും. അതാ അമ്മയുടെ വിശേഷത. നല്ല ഉപവാസം എടുക്കുന്ന അമ്മയാ. അതിനെ പ്രാർത്ഥനയോടും കൂടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പിന്നെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. രാത്രിയിലും പകലും ആരാധന. അപ്പൊ ആരാധിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, ആലയം വിട്ടു പിരിയുന്നില്ല. നല്ല പ്രായമുണ്ട്, വിധവയായിരുന്നു. എന്തോ ക്വാളിറ്റി ആയി അമ്മയ്ക്ക്. ഇത് നമുക്ക് ചില തള്ളമാരുണ്ട്, പ്രാർത്ഥിക്കുകയില്ല, ഉപവസിക്കുകയില്ല, കുളിക്കുകയില്ല, വീറും വൃത്തിയില്ല, തുണിയും കഴുകുകയില്ല, നേരും ചൊവ്വന് നടക്കുകയില്ല, സമയത്തും കാലത്തും പള്ളിയിലും വരികയില്ല, വന്നാൽ തന്നെ കുത്തിയിരുന്ന് ഉറക്കോ. രോഗം തരുമ്പോ ഒരു 7 ഗ്ലാസ് കാപ്പിയും കുടിക്കും. എല്ലാവരുടെയും കാര്യമല്ല. അതിനിടയ്ക്ക് മരുമകളുടെ കുറ്റവും പറയും, അപ്പുറത്തുകാരെ കൂട്ടിക്കെട്ടും. പറയാവുന്നതെല്ലാം ഒപ്പിച്ചേച്ച് ഈ തള്ളെ കണ്ട് പഠിക്കാം. എന്ത് നല്ല ചൊവ്വുള്ള അമ്മ. അന്ന എന്ന അമ്മച്ചി വാക്യം വൈര് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു. ഇത്ര പ്രായമുള്ള അമ്മ ആരാധിക്കുമെന്ന്. നമ്മുടെ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ
പിള്ളേരില്ല, സ്തുതിച്ചാട്ടെ, പിന്നെ നമുക്ക് എന്നാ പണി? ഇട പ്രായമാകുമ്പോഴും ദൈവത്തെ ആരാധിക്കണം. ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കളും സകലരും ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ഈ ചിലര് ധരിച്ചു വെച്ചേക്കുന്ന 65 കഴിഞ്ഞാൽ പിന്നെ ആരാധിക്കാൻ പറ്റുകയല്ലെന്നാ. 84 വയസ്സ് തന്നെ, 84 വർഷം വിധവ, പിന്നെയും പ്രായം, 100 ചിലവാനും വയസ്സുള്ള അമ്മ ആരാധിക്കുമെന്ന്. ഇന്നലെ നിങ്ങൾ കണ്ടോന്നറിയത്തില്ല, കുമ്പനാട് IPCയുടെ കൺവെൻഷൻ നടക്കുക. 100ാമത് കൺവെൻഷൻ ആയിരുന്നു. ആ കൺവെൻഷൻ ആരംഭിച്ചിട്ട് 100 വർഷം. അപ്പൊ സഭായുഗത്തിന് പാസ്റ്റർ MB വർഗീസ് അവർകളെ കൊണ്ടുവന്നു. 100 വയസ്സാകുന്നു. 100 വയസ്സ്. പുള്ളി കയറി നിന്ന് 10 മിനിറ്റ് കൊടുത്തു. എന്ത് വൃത്തിയായിട്ടാ പറയുന്നത്. പോടത്തരമോ ബോധക്കേടോ വിവരക്കേടോ ഒന്നും വായിന്ന് വരുന്നില്ലെന്നുള്ളതാ. നമുക്ക് 50 കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ബോധക്കേടാ വായിന്ന് വരുന്നത്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആശീർവാദം പറയും, ആശീർവാദം പറഞ്ഞാൽ പറയാൻ പാട്ട് പാടും. കല്യാണം നടത്തിയാലും ചെറുക്കനോട് പറയേണ്ട കാര്യം പെണ്ണിനോട് പറയും, പെണ്ണിനോട് പറയേണ്ട കാര്യം ചെറുക്കൻ. പിന്നെ അവർക്ക് നേരത്തെ ഇതെല്ലാം പറഞ്ഞേച്ചിരിക്കുന്നതായതുകൊണ്ട് അവർക്ക് ഇപ്പൊ ഇതൊന്നും വിഷയവും. അവര് വാട്സാപ്പിനകത്തോടെ എല്ലാം പറയേണ്ടതെല്ലാം പറയുകയും കോവളത്തും എല്ലാം പോയി കഴിഞ്ഞേച്ച് ഒരു പദം വന്നാൽ അതുങ്ങൾ ഇപ്പം മിക്കതും വന്നിരിക്കുന്നത്. പിന്നെ തെറ്റിച്ചാലും അതുങ്ങൾ കണ്ണ് കാണിക്കുക, കുഴപ്പമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞാൽ. അപ്പൊ MB വർഗീസ് അവർകള് എന്ത് നല്ല നിങ്ങളാണ്ട് എടുത്തത് കണ്ടേ, എന്നാ നല്ല പദങ്ങള്. എന്നെ പിന്നെ കണ്ണ് കാണിച്ചേ, എന്റെ കണ്ണ് കാണിച്ച്. ആരെയാ കണ്ണ് കാണിച്ചു? ഞാൻ ഈ മോൻ ആരെയാ കണ്ണ് കാണിച്ചു? എല്ലാം പറഞ്ഞെന്നാണോ? എന്തോ കണ്ണ് കാണിച്ച് ഞാൻ കണ്ടതൊക്കെ. പിന്നെ നിന്റെ കാര്യം ആടാന്നായിരിക്കും. നീ കോവളത്ത് പോയ കാര്യം ആടാ, ഭാഷ എങ്ങനെയോ അങ്ങനെ ഏതോ കുരുക്കുണ്ട്. പിന്നെ എനിക്കറിയാം. ഭാഷയോട് ആരായിട്ട് പറഞ്ഞു കൊടുത്ത അല്ലേ ഭാഷ ഇപ്പൊ അത് പറയണ്ടേ? എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. അല്ലല്ല, തെളിവ് ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് 147 വയസ്സുണ്ട്. 147. ഈ അമ്മയ്ക്ക് 100 വയസ്സോളം ഉണ്ട്. അന്നാമ്മയ്ക്ക് രാവും പകലും ആരാധിച്ചു. അന്നേരം തന്നെ 147 യാക്കോബ് മരിക്കാറായി. ആ യാക്കോബ് ഭാവികാലം സംബന്ധിച്ച് യോസേപ്പിന്റെ പിള്ളേരെ 2 പേരെ അങ്ങ് അനുഗ്രഹിച്ച് കൈ പണച്ചു വെച്ച്, എബ്രഹീമിനെയും മനശ്ശെയും കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു വായു കൊണ്ടെന്നാന്നോ ഒരു തരത്തിൽ വല്യപ്പൻ കൈ ഇങ്ങനെ കൈ പണച്ചു വെച്ചേച്ച് വായു കൊണ്ടെന്നല്ല. വായിച്ച മോളെ ഞാൻ മനനത്തിൽ നിന്ന് തരാം. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. അല്ലല്ല, എനിക്ക് എൻ്റെ ബൈബിള് തുറക്കണം. കാരണം എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തിട്ടമുണ്ട്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇന്ന് മൊത്തം വായിച്ച ആയുസ് മുഴുവൻ വായിച്ച വാക്യം കാണുകയില്ല, അവിടെ ഇല്ല. നിങ്ങൾ എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ച മോളെ. 11-21 എബ്രായം. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ 147 വയസ്സുണ്ട്. 147 വയസ്സുണ്ട് അപ്പൻ ഇപ്പോൾ. ആ മരണകാലത്തിങ്കൽ യോസേപ്പിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ പണച്ചു വെച്ച് എബ്രഹീമിന്റെ തലയിൽ വലം കൈ വെച്ച് കൈ പണച്ചു വെച്ച് അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. നമസ്കരിച്ചെന്ന ദൈവത്തെ ആരാധിച്ചെന്ന സ്തോത്രം. ഇംഗ്ലീഷിൽ വർഷിപ്പ് ചെയ്തെന്ന. ഇംഗ്ലീഷ് തമിഴാണോ? തമിഴിൽ അങ്ങനെ തമിഴ് വായിക്കും. അതുമായിട്ട് ചുമ്മാ ഇരിക്കാതെ വായിച്ചു വായിക്കാൻ. എബ്രായർ 11-21. விசுவாசத்தினாலே யாக்கோபு தன் மரண காலத்தில் யோசேப்பினுடைய குமார இருவரையும் ஆசீர்வதித்து தன் கோலின் முனையிலே சாய்ந்து தொழுது கொண்டான். തൊഴുതു കൊണ്ടാണ് ആരാധിക്കുന്ന വണങ്ങല്ലേ? ആരാധനയാ. പുതിയ പരിഭാഷയിലെ ആരാധിച്ചെന്ന് തന്നെ. ഏത് പരിഭാഷയാ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് വായിച്ച്, നിങ്ങളും വെറുതെ ഇരിക്കുമോ? എന്തുവാ എഴുതിയേക്കുന്നെന്ന് അറിയാം.
യോസേഫിന്റെ മക്കളെ ഇരുവരെ അനുഗ്രഹിക്കുകയും എന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഈ ബൈബിളിൽ എങ്ങനെ എഴുതിയേക്കുന്നു? ഇംഗ്ലീഷ് വർഷിപ്പെന്നാണോ? ഇംഗ്ലീഷ് പഠിക്കട്ടെ. വായിച്ചേ. വർഷിപ്പെന്നാണോ എഴുതിയേക്കുന്നത്? Jacob, as he was dying, blessed each the sons of Joseph and worshiped. മതിയല്ലോ, തെളിഞ്ഞു. എത്ര മതി? എല്ലാം രക്ഷപ്പെട്ട് വായിക്കണ്ട വന്നില്ല. ഏതായാലും നമ്മുടെ കൺവെൻഷൻ മലയാളത്തിലും വായിച്ച് തമിഴിലും വായിച്ച് ഇരിക്കട്ടെ. ഒരു തമിഴും ഇംഗ്ലീഷും അതും തമിഴ് ബൈബിളുമായിട്ട് വെറുതെ വന്നിരിക്കുകയെന്ന് ഒത്തല്ലോ. അപ്പൊ ഈ വാക്യത്തിലെല്ലാം യോസേഫ് ദൈവത്തെ ആരാധിച്ചെന്ന 147 വയസ്സുള്ള യോസേഫ് യാക്കോബ് ആരാധിച്ചു. 100 വയസ്സുള്ളവള്ള അമ്മ ഹന്നാമ്മ ദൈവത്തെ രാവും പകലും ആരാധിച്ചു. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. നീ 60 കഴിഞ്ഞാൽ പിന്നെ സഭയെ വന്നിച്ച് സൈഡ് സീറ്റ് വെച്ച് മൂപ്പം കളിക്കുക. 60 വയസ്സ് കഴിഞ്ഞ അവൻ പിന്നെ അനങ്ങുകയല്ല. സ്തുതിക്കുന്നു. പിന്നെ അവൻ സഭയിലെ മൂപ്പന സൈഡ് സീറ്റ് അവന് കൊടുത്തിരിക്കുക. സായിബാബ ഇരിക്കുമ്പോൾ ഇരിക്കുക ഞായറാഴ്ച. ചിലർ എല്ലാവരുടെയും കാര്യം, ചിലർ പിന്നെ എന്തെങ്കിലും ചുമതല കിട്ടിയാൽ പിന്നെ ഒട്ടുമില്ല. ഇതാരാ? സഭയുടെ സെക്രട്ടറി. 2 പേനായി ഒരു ബുക്കുമായിട്ട് അവന് കോഴിക്കാരൻ വരുമ്പോൾ വരിക ഞായറാഴ്ച. മൂപ്പൻ ഇതേതാ? അത് കൗൺസിലാ. കൗൺസിൽ മാത്രം പറയാൻ മേലേ എന്റെ കുന്തം. സെക്രട്ടറിക്ക് ദൈവത്തെ ആരാധിക്കാൻ മേലേ. ഇതാരാ? അത് ട്രഷറാ. പുള്ളി ദൈവത്തെ ആരാധിക്കില്ല, സ്വോത്രകാഴ്ചപാത്രത്തെ മാത്രം ഉന്നം വെച്ചിരിക്കുക. ഇത് ആശീർവാദം കഴിയുമ്പോൾ ചാടി എടുത്ത് ശിവനും മറ്റവനോട് പോയിരുന്ന് പമ്മിയിരുന്ന് ആരാധിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ രാമങ്കാത്ത വാഴത്തണ്ട ഇരിക്കും പോലെ ഇരിക്കുക. എടാ, ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രായം തടസ്സമല്ല. ദൈവത്തെ ആരാധിക്കുന്നതിന് പൊസിഷൻ തടസ്സമല്ല. ചിലക്കൊരു ചെറിയ ജോലി കിട്ടിയാൽ മതി. എല്ലാവരുടെയും കാര്യമല്ല. ചെറിയ ജോലി കിട്ടിയാൽ പിന്നെ ജോലിക്കാരല്ലേ. പുള്ളിയാണ് ഗവൺമെന്റ് സർവീസില. സർവീസ് എന്തുവാ അത് ഞാനിപ്പോ പറയുന്നില്ല. എടാ, നീ ദാവീദിനെ കണ്ടുപിടിക്കുക. രാജാവാ. പെട്ടകം പട്ടണത്തിൽ വന്നപ്പോൾ രാജവസ്ത്രം മാറ്റിവെച്ച് പഞ്ഞുനൂലം കൊണ്ടുള്ള അങ്ക് ധരിച്ച് പെട്ടകത്തിന് മുമ്പാകെ പൂർണ്ണ ശക്തിയോടെ കുതിച്ച് നൃത്തം ചെയ്തെന്ന്. ആരാധനയ്ക്ക് നിന്റെ പൊസിഷൻ തടസ്സമല്ലെന്ന്. ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ആരാധനയ്ക്ക് കുടുംബ മഹിമയൊന്നും തടസ്സമല്ല. ദൈവത്തെ സകലരും ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാ. പ്രായം തടസ്സമല്ല, പൊസിഷൻ തടസ്സമല്ല, പദവിയൊന്നും നിനക്ക് തടസ്സമല്ല, കുടുംബ മഹിമ തടസ്സമല്ല, ജോലി തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. എല്ലാവരും ദൈവത്തെ ആരാധിക്കണം. ബാലന്മാരും വൃദ്ധന്മാരും യുവതികൾ സകലരും ദൈവത്തെ ആരാധിക്കണം. സൂര്യ ചന്ദ്രന്മാർ നക്ഷത്രധാര സമൂഹങ്ങളെല്ലാം സകല ജീവനുള്ളതൊക്കെ ദൈവത്തെ ആരാധിക്കണം. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവകന്മാരും ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവതികൾ പുകകിന്നരം കൈതാളമേളത്താൽ പുകകിന്നരം കൈതാള എളത്താൽ മാറ്റിയിടട്ടെ. മകത്വമേ മകത്വമേ മകത്വം തന്നാമത്തിനേ മകത്വമേ മകത്വമേ മകത്വം തന്നാമത്തിനേ മകത്വത്തിനോ സ്തോത്രയാഗത്തിനോ യോഗ്യൻ മകത്വത്തിനോ സ്തോത്രയാഗത്തിനോ പരമയർത്ത് ദൈവത്തെ സ്തുതിക്കാം. അവൾ ആരാധനയ്ക്ക് പ്രായം തടസ്സമല്ല. ദൈവത്തെ ആരാധിക്കണം. അപ്പൊ ഹന്നാ എന്ന പ്രവാചകൻ പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ കൈകളിലേന്തി ദൈവത്തെ സ്തുതിച്ച് പ്രവചനാത്മാവി കാര്യം പറഞ്ഞു. ഈ കാര്യവും മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞത് മറിയ സംഗ്രഹിച്ചു. ആട്ടിടയന്മാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ സംഗ്രഹിച്ചു. വിദ്വാൻമാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ സംഗ്രഹിച്ചു. ശിമയോൻ വന്ന് പറഞ്ഞ കാര്യവും മറിയ സംഗ്രഹിച്ചു. ഹന്ന എന്ന പ്രവാചക പറഞ്ഞ ഇതെല്ലാം മറിയ ഹൃദയത്തെ സംഗ്രഹിച്ചു. 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ പോയി. തിരിച്ചു വന്നപ്പോ യേശുവിനെ കണ്ടില്ല. തിരിച്ചവർ ചെന്നപ്പോൾ അവിടുന്ന് ശാസ്ത്രിമാരുടെയൊക്കെ നടുവിലിരുന്ന് ന്യായപ്രമാണം എടുത്ത് നന്നായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ അമ്മയും സഹോദരങ്ങളും എല്ലാം കൂടെ വിഷമിച്ച് ചെന്നം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതാ. ചില കാര്യങ്ങൾ യേശു പറഞ്ഞു. ശാസ്ത്രിമാരും ചില കാര്യം അതെല്ലാം മറിയ ഹൃദയത്തിൽ
സംഗ്രഹിച്ചു വെച്ചു. അപ്പൊ അവൻ ആരാണെന്ന് നമ്മയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ രക്ഷകനാ, അവൻ സന്തോഷം തരുന്നവനാ, അവൻ ജാതികൾക്കുള്ള രക്ഷയാ, അവൻ ദൈവത്തിന്റെ നിത്യ സന്തോഷമാ. അവനെ കൈക്കൊണ്ടാൽ നിനക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, വെളിച്ചമുണ്ടാകും. അവൻ അത്ഭുത മന്ത്രിയാ. ഈ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചത് കൊണ്ടാ പ്രശ്നം വന്നപ്പോൾ സൂക്ഷം യേശുവിന്റെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞത്. ഇന്ന് രാത്രി യേശു ആരാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ നിനക്കൊരു പ്രയാസം ഉണ്ടാകുകയാണ്. അവിടുന്ന് ആ പ്രശ്നം പരിഹരിച്ചു. കല്യാണ വീട്ടിലെ പ്രശ്നം പരിഹരിച്ച് പച്ചവെള്ളത്തെ അവിടുന്ന് വീഞ്ഞാക്കി തീർത്തു. ആ വീട്ടിൽ സന്തോഷം അലതല്ല. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം മാറ്റുവാൻ കഴിവുള്ളവൻ യേശുവാ. നിന്റെ ജീവിതത്തിന്റെ തകർച്ച മാറ്റാൻ കഴിവുള്ളവൻ യേശുവാ. നിന്റെ പരാജയങ്ങളെ ജയമാക്കുവാൻ കഴിവുള്ളവൻ യേശുവാ. അവിടുന്ന് അത്ഭുതമന്ത്രിയാ. ഇന്ന് രാത്രി ആ അത്ഭുതമന്ത്രിയുടെ പാതാരബന്ധത്തിൽ സമർപ്പിച്ച് നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതമാ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി തീർത്തു. ഇന്നും അവിടുന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വാക്കുകളങ്ങ് നിർത്താം. അവിടുത്തെ അത്ഭുതം, ദൈവത്തിന് മഹത്വം. വേറൊരു അത്ഭുതം വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. മർക്കോസ് 5:15. പെട്ടെന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് ലഗ്യോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടിരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. ഇവിടെ ഭൂതഗ്രസ്തനാകുന്ന ആ മനുഷ്യന് വിടുതൽ കൊടുത്ത യേശു അവിടെ അത്ഭുതം കണ്ട ദൈവമാണ്. ഗദരദേശത്ത് ഭൂതഗ്രസ്തൻ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ യേശു ആ ദേശത്തേക്ക് പോകുക. വായിച്ച് 5:1 മുതൽ. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങി ഉടനെ ഈ ഗദരദേശത്ത് എത്തി എന്ന് പറയാൻ അങ്ങനെ എടുത്ത് എഴുതാൻ കാര്യം എത്താതിരിക്കാനുള്ള പ്രശ്നം ഉണ്ടാക്കി. അതാ എത്തി എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആ ദേശത്ത് അവര് എത്തി എന്ന് പറയാൻ കാര്യം എത്താതിരിക്കാൻ പിശാച് പ്രവർത്തിച്ചതാ. ആയുധ പ്രവർത്തിച്ചത് 4:35 മുതൽ വായിച്ചേ മോളെ. 4:35 മുതൽ. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു. അന്ന് സന്ധ്യയ്ക്ക് എന്ന് പറഞ്ഞാൽ പുറകോട്ട് പഠിച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു വചനം പറഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പറഞ്ഞു. സന്ധ്യയായപ്പോൾ യേശു പറഞ്ഞു നമുക്ക് അക്കരെ. യേശുവിന്റെ വചന ശുശ്രൂഷ ആർക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുകയില്ല. നമ്മൾ ഇച്ചിരി കഴിയുമ്പോൾ എല്ലാവരും പരുവക്കേടാകും. ചിലർ ബൈബിളിന്റെ സിപ്പിട്ട് കാണിക്കും. മൂക്കിലിരിക്കുന്ന കണ്ണാട മടക്കി ബാഗിനകത്തോട്ട് വെക്കുക. അപ്പൊ എന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ പ്രസംഗം നിർത്തി ഞങ്ങൾക്ക് പോകണം. അതൊക്കെയാണ് നമ്മുടെ സിഗ്നൽ. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പുള്ളിയെ നോക്കും, ഇല്ല വാച്ചുകളൊന്ന് നോക്കി വെച്ച് നമ്മളെ ഒന്ന് നോക്കും, ഇല്ല പുറകോട്ടൊന്ന് നോക്കും, ഇല്ല സൈഡിലൊന്ന് നോക്കും. ഇതിന്റെ എല്ലാം അർത്ഥം പോകാറായി ഇയാൾ അങ്ങ് നിർത്തുന്ന. എന്നാൽ യേശുവിന്റെ വചന ശുശ്രൂഷയിൽ ഒരു കുഞ്ഞുങ്ങൾ പോകുന്നില്ല. അതിന് കാരണം എന്നാ? വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാക്കാം. അതുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ ഒന്നും തോന്നുന്നില്ല. വായിന്ന് വരുന്നതെല്ലാം ലാവണ്യമാക്കാം. തേനി മുഖത്തോട്ട് നോക്കിയിട്ട് തേനിറ്റ് വീഴുന്നു. കാണാനും ചൊവ്വുണ്ട്. അല്ലാതെ നിന്നെ കൊല്ലുവെന്നും പറഞ്ഞ് ഇരിക്കുകയല്ല. സ്തോത്രം. കാണാനും നല്ലതാ. നമ്മളെ ചിലരെ അർദ്ധരാത്രിക്ക് കാണുന്നെങ്കിൽ 5-ാം ബലി വന്ന് കത്ത് പോകും. ആ നോട്ടോ ഇരിപ്പും കണ്ട് ഇരുട്ടത്താ കാണുന്നെങ്കിൽ അന്നേരം അറ്റാക്ക് വരും. യേശു അങ്ങനല്ല. നമ്മളങ്ങോട്ട് നോക്കിയാൽ കണ്ണ് പറക്കല്ല. ഇതുപോലെ സൗന്ദര്യമാണ്. എന്റെ പ്രിയനോ വെണ്മയും ഇതുപോലെ വെണ്മയുള്ള മണവാളൻ വേറാരുമില്ല. ഇതുപോലെ വെണ്മയുള്ള മണവാളൻ വേറാരുമില്ല. 10,000 പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനെ. 10,000 പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനെ. ഇന്നു വരും പോയതുപോലെ മണവാളൻ എന്നു വരും. എപ്പോൾ വരും? പോയതുപോലെ മണവാളൻ. അപ്പൊ ശ്രദ്ധിച്ചേ, അവിടുന്ന് മഹത്വവാനായ ദൈവമാണ്. കണ്ടാൽ തന്നെ എന്തൊരു സൗന്ദര്യമാണ്. ചിലരെ കണ്ടാൽ നമുക്ക്
ഭയം ഉണ്ടാകും. പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പദ്യമുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ. ഇല്ലേ, ഭീമനെ പൂ പറിക്കാൻ പോയല്ലോ, ആ പൂവിന്റെ പേരും മറന്നുപോയി. കല്യാണ സൗകര്യം എപ്പോഴും പറിക്കാൻ പോയി. ഭാര്യ പറഞ്ഞത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഇയാള് പോയി. അങ്ങനെ പുള്ളി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു കുരങ്ങൻ വഴി കിടക്കുക. പഠിച്ചല്ലയോ? അതാ പിന്നെ അപ്പം ഭീമൻ പറഞ്ഞു മാറി കിടക്കാൻ പറഞ്ഞു. അതിനെ കുരങ്ങൻ അതിലും മുറ്റ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ആ ഗത കൊണ്ട് വാലം കൊണ്ട് മാറ്റി വെച്ച് എല്ലാം കൊണ്ട് പോകണം. പുള്ളി കുരങ്ങനെ ആക്ഷേപിച്ചു. നോക്കടാ, നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ, നീ അങ്ങ് മാറിക്കിടാശടാ ഉൾക്കട സ്ഥാനത്ത് വന്ന് നിനക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പം പുള്ളി തിരിച്ച് നല്ല കൊള്ളിച്ച വർത്താനം പറഞ്ഞത് കുരങ്ങനാന്നില്ല. പിന്നെ ഇവിടെ പള്ളിക്കൂടത്തിൽ പഠിച്ചതാ. പുള്ളിയോട് മർക്കടൻ എന്ന് നീ ധിക്കരിക്കേണ്ടോ, മർക്കടന്മാരിലും മുഷ്കരന്മാരുണ്ട്. പണ്ടോര് മർക്കടത്താനല്ലയോ പന്തി കണ്ടനെന്നുണ്ടായ നക്തൻ ചന്ദ്രേന്ദ്രന് വാളുകൊണ്ട് ആശു വരിഞ്ഞു കെട്ടി സദാ 4 സമുദ്രങ്ങൾ ചാടിക്കിടന്നതും മറ്റൊരു ദേഹം മഹാവാരി രാശിയെ സത്വരം ചാടിക്കിടന്ന് ഞാൻ ശങ്ക കൂടാതെ നിശാചര വീരന്റെ ലങ്കയിൽ പുക്ക് ഭയങ്കരന്മാരായ കിങ്കരന്മാരെ പലരെ വധിച്ചതും തൻകേളി കാനനം തല്ലി തകർത്തതും ഹുങ്കാരമോട് രണത്തിനൊരുങ്ങിയ ലങ്കേശപുത്രനെ കണ്ടം മുറിച്ചതും പങ്കേര് കാക്ഷിയാം വൈദേകി തന്നോട് സംക്ലേശമെല്ലാം പറഞ്ഞു കളഞ്ഞതും യുദ്ധത്തിനെത്തിയ നക്തന്ദ്രേന്ദ്രന്റെ തേർത്തട്ടിലന്മാർ ചാടിക്കരയിട്ട് ചണ്ടമായുള്ള ഒരു പാണീതലം കൊണ്ട് 2 സ്ഥലങ്ങളിൽ താടനം ചെയ്തതും. എന്നിട്ട് പറഞ്ഞു, മാനമുള്ള ആളുകൾ ഞങ്ങളുടെ ജാതിയിൽ ഞാൻ അറിയുന്നോർ പലരുണ്ട്, പാണ്ഡവ നീ ആള് മാറി കളിക്കരുതെന്ന് പറഞ്ഞു. പള്ളിക്കൂടത്തിൽ പഠിച്ചല്ലേ, അന്ന് ക്ലാസ്സിൽ പോയില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഭാഗ്യത്തിന് ഞാൻ അന്ന് പോയി. അപ്പം ഇതെല്ലാം പറഞ്ഞേച്ച് ആള് തെറ്റിയ അവൾ പുള്ളി ഇതെല്ലാം കഴിഞ്ഞേച്ച് നിന്ന നിപ്പിൽ അങ്ങ് കളന്നു. അകവാള് വെട്ടിപ്പോയി കണ്ടിട്ട്. അത് കുഞ്ഞൻ നമ്പ്യാർ നല്ല സരസമായിട്ട് നല്ല ഭാഷയല്ലേ, അത് ഞാൻ മറന്നുപോയി, പണ്ട് പഠിച്ചതാ. എങ്കിൽ ആ വരികൾ ഇങ്ങനെ: ഉത്തമതി നരപതി തന്നുടെ വാക്കുകൾ അങ്ങനെ കേട്ടു, ബുദ്ധിയലതി കനിവ് കലന്നു കുതൂഹമിനന്നു ഹനുമാൻ വർത്തിത തരതവള ഹിമാചല സന്നിപ തുങ്ക ശരീരൻ നെടുതാകിന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും, കൊടിമരം പോലൊരു വാല്, നെടുതാകിന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും, തുട നയനങ്ങളും അമ്പോട്ട് ചെമ്പ് കിടാരം പോലെ, കണ്ണ് രണ്ടും വലിയ എമ്പുപാത്രം പോലെ, തുട നയനങ്ങളും അമ്പോട്ട് ചെമ്പ് കിടാരം പോലെ, കുടിലാകൃതി ചരികല പോലെ വിളങ്ങിന ദന്തകദമ്പം, ചടുല സ്ഫുട സടകളും ഇട്ട കലരുന്ന ഭയങ്കര മുഖവും, പരികത്തോട് പടപൊരു തീടിന പൃഥുതരകര ദണ്ഡയുഗങ്കരതര നികര നികായവും, ഉത്കടകണ്ഠ മകുണ്ടം ഗിരിവര സമമാകിന്ന മാറുവിട്ട പടുത്തര മുത്തര ഉദാരം, ഉരുമത തുടകൾ ഉടമയിൽ അതിഗംഭീരം, ലങ്കാപുര ഗോപുരം അതിൽ തകർത്തൊരു ജങ്കായുഗളം. നിങ്ങൾ പറയും പുള്ളിക്ക് ബന്ധനമാണെന്ന് പറയും. അന്ധകാര ശക്തി ആ പുള്ളിയെ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നിന്ന നിപ്പി പുള്ളി ആകവാള് വെട്ടിപ്പോയി. എന്നാൽ ഒരു കാര്യം പറയാ, നിങ്ങൾ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, യേശുവിനെ സൂക്ഷിച്ചേ, അവിടുത്തെ മുഖത്തിൽ നിന്ന് തേൻ ഇറ്റിറ്റ് വീഴുക. അതാ സൈമൺ സാർ നോക്കിയിട്ട് പറഞ്ഞു, നിൻമുഖത്തു നിന്ന് തൂകും നന്മ പൂരത്തിലമ്പൈ, നിൻമുഖത്തോ നിന്നു തൂകും നന്മ പൂരത്തിലമ്പൈ, മുങ്ങിലയിക്കുന്നു ദിവ്യ ജ്ഞാനികൾ നിന്റെ നന്മൊഴി കരികണയുവതിനൊരു നവ്യമായ സയൻസുമില്ലതു സമ്മതിക്കും മഞ്ഞരല്ല പ്രാണികൾ ഉണ്മയറിയുന്നതില്ലേ. അപ്പൊ സാറ് പറയുക, അവിടുത്തെ തിരുമുഖത്തിന് തേൻ ഇറ്റിറ്റ് വീടുക. അതുകൊണ്ട് അവൻ വരുന്നവരാരും പോവുകയല്ല. എന്തോ ഒരു പ്രഭയാ മുഖത്ത്. വായിന്ന് വരുന്നത് ലാവണ്യ വാക്ക്. സ്തോത്രം. നിങ്ങളെ ആശ്വസിപ്പിക്കാം, നിങ്ങളെ അനുഗ്രഹിക്കാം, നിങ്ങളെ സഹായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാം എന്റെ അടുക്ക വാ. ഇങ്ങനെയൊക്കെയാ പറയുന്നത്. സ്തോത്രം. ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ആൾക്കാർക്ക് പോകാൻ തോന്നുന്നില്ല.
70 വട്ടം ക്ഷമിക്കേ. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ആർക്കും പോകാൻ തോന്നുന്നില്ല. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ യേശു വചനം പറഞ്ഞു, ആരും പോകുന്നില്ല. സന്ധ്യയായപ്പോ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഞാൻ അധികം വിവേചിക്കുന്നത് എല്ലാം കൂടെ വള്ളത്തെ ചാടി കയറി. എനിക്കൊന്ന് പറഞ്ഞു തീർന്നപ്പോഴേമാരെല്ലാം കൂടെ ചാടി വള്ളത്തിൽ കയറി. യേശു പുറകെ വന്നപ്പോ യേശുവിന് ഇരിക്കാൻ പടിയില്ല, വായുക്കോലുമില്ല, ഇടയില്ല. എന്നെ യേശു നോക്കിയപ്പോ എങ്ങുമില്ല. എല്ലാം പത്രോസ് നടപ്പടി പിടിച്ചു, കാരണം താക്കോല് പുള്ളിയുടെ ഇല്ല. പുള്ളി സെന്ററിലെ പിന്നെ നമ്മള് ചേട്ടത്തി ചെന്ന് നമ്മൾ എഴുന്നേക്കാൻ നോക്കിയിരിക്കും ഒരാൾ ചാടി തരോട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് തിരിച്ചു വന്നപ്പോൾ വേറെ ആൾ കയറി ഇരുന്നു. ഞാനും പോരുന്നതുകൊണ്ട് ഇനി പോന്നു. തമാശ പറഞ്ഞതല്ല. നടുപടി പത്രോസ് കയറിയിരിക്കുക, തൊട്ടപ്പുറത്തെ പടി അന്ത്രയോസ് ഇരിക്കുക, യോഹന്നാനുമല്ല. യൂദാ ഒരു പടി മൊത്തം പിടിച്ചു, കാരണം പണസഞ്ചി അവന്റെ പക്കൽ ആണ്. അതിനെ അതിൽ വെച്ചോണ്ട് എണ്ണുകയും ചെയ്യണം, കുറച്ച് അടിച്ചു മാറ്റുകയും ചെയ്യണം. അതിനൊരു പടി വേണം. ചുരുക്കി പറഞ്ഞ യേശു വന്നപ്പോ യേശുവിന് ഇരിക്കാൻ ഇടവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കർത്താവ് തലകണ വെച്ച് അമരത്ത് കിടന്ന് ഉറങ്ങുക. അങ്ങനെ ഇവര് മറുകരയ്ക്ക് പോകുകയാ. അക്കരയ്ക്ക് പോകുന്നത് എന്തിനാന്ന് ശിഷ്യന്മാർക്ക് അറിയില്ല, പക്ഷെ യേശുവിന് അറിയാം. ഒറ്റ വാക്കി പറഞ്ഞാൽ അക്കരയ്ക്ക് പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇവിടെ പിശാചിനാൽ പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ, ലഗ്യോൻ ബാധിച്ചൊരു മനുഷ്യന് ഗദരദേശത്ത്, അവന് വിടുതൽ കൊടുക്കാനായി യേശു അക്കരയ്ക്ക് പോകുന്നത്. 16,000 ഭൂതമുണ്ട് ഇവന്റെ ദേഹത്ത്. പീറ്ററിനോടും അന്ത്രയോസിനോടും യൂദായോടും ഇവരോടൊക്കെ പറയുക, പീറ്ററെ നമ്മൾ അക്കരയ്ക്ക് പോവുക, 6,000 ഭൂതമുള്ളൊരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും പുറകോട്ട് ന്യൂട്രി വലിക്കും. പീറ്റർ പറയും, തള്ളയ്ക്ക് പനി കൂടി, അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ചത്തെ ക്രൂസൈഡിന് വരാം. തള്ളയും കൊണ്ട് മിക്കവാറും മെഡിക്കൽ കോളേജിൽ തന്നെ പോകേണ്ടി വരും. ഡെങ്കു ആന്നാ നാളെ ഇടയ്ക്കിടയ്ക്ക് കിലുകിലുക്കുന്നുണ്ട്. പീറ്റർ പുറകോട്ട് വലിയും. എല്ലാവരും പുറകോട്ട്. യേശുവിന് ഇവരെ എല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് മിണ്ടിയില്ല. 6,000 ഭൂതമുള്ളതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മിണ്ടിയില്ല. കർത്താവിനറിയാം. പക്ഷെ പിശാചിന് മനസ്സിലായി എന്തിനാ വരുന്നെന്ന്. സ്തോത്രം. അതുകൊണ്ട് പിശാച് ആ സമയത്ത് കാറ്റടിപ്പിച്ചു. കാറ്റടിപ്പിച്ച് തിരമാലകൾ ഉയർന്നു. പടക് ആടികുലഞ്ഞ് പടക് മുങ്ങിപ്പോകുമെന്ന് തോന്നി. സ്തോത്രം. ലോകമാം വൻകടലിൽ ഓളങ്ങളടിക്കുമ്പോൾ, ലോകമാം കടലിൽ ഓളങ്ങളടിക്കുമ്പോൾ, എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കരയെത്തിക്കും, എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കരയെത്തിക്കും, എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കരയെത്തിക്കും. ലോകമാം കടലിൽ ഓളങ്ങളടിക്കുമ്പോൾ, ലോകമാം കടലിൽ ഓളങ്ങളടിക്കുമ്പോൾ, എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കരയെത്തിക്കും, എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കരയെത്തിക്കും, എങ്ങനെ നമ്മുടെ ജീവിത പടകിനെ മുങ്ങാതക്കരയെത്തിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പടക് മറുകര ചെന്നടുത്താൽ ഈ പിശാചിനാൽ പിടികൂടിയ, പിശാചിനാൽ ബാധിതനായ മനുഷ്യന് വിടുതൽ കിട്ടും. ആ അത്ഭുതം നടക്കരുത്. ഇവൻ പിശാചിന്റെ പിടിയിൽ അമർന്ന് നശിക്കണം. അതാ സാത്താന്റെ ഇംഗിതം. എന്നാൽ ആ സാത്താന്റെ കെട്ടുകളെ അടിപ്പാനാ യേശു അക്കരയ്ക്ക് പോകുന്നത്. യേശുവിന്റെ ഒരു അത്ഭുതമാണ്. ഇന്ന് രാത്രി പൈശാചിക ബന്ധനത്തിൽ വലകുന്ന ആരെങ്കിലും, അത് വ്യക്തിപരമായിട്ടോ നിന്റെ കുടുംബത്തെയോ ദേശത്തോ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റുവാൻ കഴിവുള്ള അത്ഭുതമന്ത്രിയാ യേശു. നിന്റെ കുടുംബത്തിൽ കൂടെ നടക്കുന്ന പിടിമരണങ്ങൾ, നിന്റെ കുടുംബത്തെ കാർന്നു നിൽക്കുന്ന രോഗബന്ധനങ്ങൾ, ചികിത്സിച്ചിട്ട് ഭേദം വരാത്ത ചില ബന്ധനങ്ങൾ, അത് പൈശാചിക ബന്ധനമാണെങ്കിൽ ഇന്ന് രാത്രി അതിനെ അടിച്ചു മാറ്റുവാൻ കഴിവുള്ള അത്ഭുത മന്ത്രി ഈ രാത്രി ഇവിടെ നടുവിൽ വന്നിട്ടുണ്ട്. നീ വിശ്വസിച്ച് ഏറ്റെടുക്ക്. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയുടെ ഭാരത്തിൽ ഏൽപ്പിക്ക്. ഈ രാത്രി നിനക്ക് വിടുതലാ. അപ്പൊ യേശു മറുകരയല്ലാതിരിക്കാൻ പിശാച് കാറ്റടിപ്പിച്ചു. ഇത് പിശാചടിപ്പിച്ച കാറ്റാ. എല്ലാ കാറ്റും ഒന്നും പ്രകൃതിയുടെ പ്രതിഭാസത്താൽ വരുന്നതല്ല. ചിലതൊക്കെ പിശാചടിപ്പിക്കും. ഈ ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ മൂലക്കടിച്ചിരിക്കോ, കൊച്ചുങ്ങൾ 10 കൂടെ പെര വീണ് ചത്തത്. യോബിന്റെ ഷാജങ്ങനെ അടുപ്പിക്കും. സ്തോത്രം. കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഈ കാറ്റടിപ്പിച്ച് തിരമാല ഉയർന്നു, പടക് ആടി ഉടഞ്ഞു. മുങ്ങുമെന്ന് തോന്നിയപ്പോൾ ഇവർ യേശുവിനെ ഉണർത്തി. ആദ്യം സന്തോഷത്തോടുള്ള യാത്രയായിരുന്നു അക്കരയ്ക്ക്.
പാട്ടുമൊക്കെ പാടി. ആദ്യത്തെ പാട്ട് ഇതായിരുന്നു, മോക്ഷയാത്രയാണിത്. ഇച്ചിരി കഴിഞ്ഞപ്പോ പാട്ട് മാറി. ഞാൻ പാടുന്നില്ല അധികം, ആകെ പ്രശ്നമായി, പടകാടി ഉലഞ്ഞ് മുങ്ങുമെന്ന് തോന്നി. അപ്പോൾ ഇവര് കർത്താവിനെ ഉണർത്തി, നാഥ ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത്. അതിന് മറുവശം ഞാനങ്ങ് പറയാം, നീ നശിക്കോ താഴുകയോ വെള്ളം കുടിക്കോ അതൊക്കെ ചെയ്യും, ഞങ്ങളെ എന്തിനാ വിചാരമില്ലയോ വന്നു. യേശു വിടുന്നിട്ട് കാറ്റിനെ ശാസിച്ചു, ശാന്തത വന്നു. അതുകൊണ്ട് 5-ാം അധ്യായത്തിൽ അവര് ഗദരദേശത്ത് എത്തി. പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ, വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ. പന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ, വലിയൊരു പടകിൽ യാത്രാ ഗലീലയ കടലിൽ. കർത്തനേശു അമരത്തിരുന്നു, നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു, നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. വാഴ്ക വാഴ്ക യേശുനാഥ് അതിജയരൂപൻ, വാഴ്ക വാഴ്ക യേശുദേവൻ അതിജയരൂപൻ, അതിശയരൂപൻ അവ വിമലജപാദൻ, അതിശയരൂപൻ അവ അതിശയം, അത്ഭുതം. യേശു വരുന്നത് കാറ്റിനെ ശാസിച്ചു, ശാന്തത വന്നു, അവർ മറുകരയ്ക്കെത്തി. അതാണ് 5-ാം അധ്യായത്തിൽ വായിച്ചത്. വായിച്ചോ മോളെ ഇനി. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, പിശാചിനാൽ പിടിക്കപ്പെട്ട ഒരു മനുഷ്യൻ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. അവന്റെ പ്രകൃതി അവനെ കല്ലറയിലാ കിടപ്പ്. ആൾക്കാരുമായിട്ട് അധികം ഇടപെടുന്നൊന്നും ഇല്ല. ഒറ്റ തിരിഞ്ഞ് നടക്കുമ്പോൾ ഓർക്കണം പിശാചാന്ന്. സഭയെ വന്നാലും ചിലരോട് മിണ്ടുകയല്ലോ, അവന് ഭൂതമാ. താമസിച്ചേ വരുവുള്ളൂ, യോഗം തിരുന്നതിന് മുന്നേ അവൻ പോകും. ആരോടും അവനെ ഭൂതം കൊണ്ട് നടക്കുക. എന്നിട്ട് ഇവനിടയ്ക്ക് പറയാം, ഞാൻ ആരോടും എടാ എനിക്ക് ഭൂതമാ, പിന്നെ വ്യാജ ഇറക്കിക്കൊണ്ട് നടക്കുക. മിണ്ടിയ കുഴപ്പമാ. അതാ ഇവൻ കല്ലറല്ല, തന്നെത്താൻ ഇവൻ അങ്ങനല്ലേ മോളെ. 5-ാം വാക്യം വായിച്ചേ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും ഇടവിടാതെ കുറുക്കു വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. ചുമ്മാ ഇങ്ങനെ അലയ്ക്കുന്ന പെണ്ണുങ്ങളുണ്ട്, നിനക്ക് ഭൂതവാമേരി എന്റെ ദൈവമേന്നും പറഞ്ഞു വ്യായാ നിനക്ക്. തന്നെത്താൻ അങ്ങ് ചതക്കുക. പണ്ടൊക്കെ ഉണ്ടായിരുന്ന മരണ വീടുകളിൽ അങ്ങനെ ഇടിക്കുമായിരുന്നു. ഞങ്ങളുടെ അവിടെ ഒരു അമ്മ മരിച്ചപ്പോണ്ട് മരുമകൾ ഇങ്ങനെ നിൽക്കുക കരയാൽ. എന്നൊക്കെ പണ്ട് കാലമല്ലേ. അപ്പൊ ഈ മരുമകളുടെ മുന്നിലൊരു തള്ള നിൽപ്പുണ്ടായിരുന്നു. ഇവര് ഡെഡ് ബോഡി എടുക്കുന്നത് എന്റെ ദൈവമേന ആർക്കട്ടാ മുന്നിൽ നിൽക്കാനുള്ള നെഞ്ചിനിട്ടാണ് ഇടിക്കുന്നത്. ഇവര് പുറകെ നിൽക്കുക, അവരുടെ നെഞ്ചിനിട്ടാണ് ഇടിക്കുന്നത്. അവരുടെ മുന്നിലൊരു തള്ള നിൽപ്പുണ്ട്, അതൊന്നും അറിയാൻ നിൽക്കുക. എന്റെ അമ്മച്ചി എന്നും പറഞ്ഞ അവരുടെ നെഞ്ചിനിട്ട്. അപ്പൊ തന്നെത്താൻ അലക്കി ഇടുകയാ, അത് ഭൂതമാണ്. അവൻ തന്നെത്താൻ ചതച്ചും, കല്ലുകൊണ്ട് ചതച്ചും അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ. അവനെ ആർക്കും അടക്കാൻ പറ്റുന്നില്ല. ഇവൻ കല്ലറകളിലും മലകളിലും ഒക്കെ സഞ്ചരിച്ച് കിടക്കുക, ആർക്കും അടക്കാൻ പറ്റുന്നില്ല. തന്നെത്താൻ ഉപദ്രവിക്കുക. ഇങ്ങനെ പിശാചനാൽ പിടിക്കപ്പെട്ട ഇവൻ വിസ്തരിക്കുന്നില്ല. യേശുവിനെ കണ്ടപ്പോൾ അവനോട് യേശുവിന്റെ അടുക്ക വന്നു. കാരണം വന്നവൻ അത്ഭുതമന്ത്രിയാ. ഞാൻ വിവരിക്കുന്നില്ല. യേശു ഇവന്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ചു. അത് പന്നിയുടെ ദേഹത്ത് കയറി. പന്നിയെല്ലാം കൂടെ കടുന്തൂക്കോടെ വെള്ളത്തിൽ ചാടി പന്നിയെല്ലാം കൂടെ ചത്തു. ഒന്നാമത്തെ പന്നിക്ക് ബോധമുള്ളതല്ല, ഭൂതവും കൂടെ കയറിയപ്പോ ഉള്ള ബോധവും കൂടെ പോയി. പന്നിയെല്ലാം കൂടെ സ്തോത്രം. എത്ര പന്നി ഉണ്ടായിരുന്നു അവളെ? ഉറക്കെ പറഞ്ഞു 2000. ലഗ്യോൻ എന്ന് പറഞ്ഞ 6000 വന്ന 2000 പന്നി. അപ്പൊ ഒരു പന്നിയിൽ എത്ര ഭൂതം കയറി?
ഉള്ളതാ. സ്തോത്രം. ഏതായാലും വേറൊരു അത്ഭുത ഒരു വിശേഷത, ഇത്രയും ഭൂതം കയറിയിട്ട് ഇവൻ ചാടിച്ചത്തില്ലല്ലോ. 3 ഭൂതം കയറിയപ്പോളെ പന്നി കുട്ടം പന്നി ആരെ 3 ഭൂതം പന്നിയുടെ പന്നി നേരെ വെള്ളത്തിൽ ചാടിച്ചത്. 6000 എണ്ണത്തെ വെച്ചോണ്ട് ഇവൻ ഇരിക്കുക. നമ്മുടെ ആംബിയർ ചെറുതൊന്നുമല്ല. ചുരുക്കി പറഞ്ഞാൽ ഇവൻ യേശുവിന്റെ അടുക്കൽ മുഴങ്കാലം മുടക്കി. കാരണം അവിടെ നിന്ന് അത്ഭുത മന്ത്രിയാണ്. ആ ഭൂതമെല്ലാം കൂടെ പന്നിയുടെ ദേഹത്ത് കയറി, പന്നിയെല്ലാം കൂടെ കടലിൽ ചാടിച്ചെത്തു. യവന് വിടുതൽ കിട്ടി. വിടുതൽ കിട്ടിയതിനെ പറ്റി 15-ാം വാക്യം വായിച്ചോ മോളെ. യേശുവിന്റെ അടുക്കൽ വന്നു. 14 മുതൽ വായിച്ചോ. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. യേശുവിന്റെ അടുക്കൽ ഇത് കേട്ടോണ്ട് എല്ലാവരും വന്നു. കാരണം അവൻ അത്ഭുത മന്ത്രിയാ. അടുത്ത വാക്യം. ലഗ്യോൻ ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ, ലഗ്യോൻ ബാധിച്ചിരുന്ന ഈ ഭൂതഗ്രസ്തൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടിരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടു. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, ഭൂതം അങ്ങോട്ട് പോയപ്പോൾ എന്റെ ഭാഷ ഇവൻ നേരും ചൊവ്വനും തുണി കൊടുത്തു. നേരും ചൊവ്വനും തുണി കൊടുക്കാൻ നിനക്ക് മോർത്തോണം, നിനക്ക് ഭൂതമാണ്. യോഗ്യമായിട്ടും മാന്യമായിട്ടും വസ്ത്രം ധരിക്കാതെ ഉപദേശിയാന്നേലും വിശ്വാസിയാന്നേലും പാട്ടുകാരാന്നേലും കൊട്ടുന്നവരാന്നേലും ആരാന്നേലും കൊള്ളാൻ നേരും ചൊവ്വനും യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചില്ലേ ഓർത്തോണം, നിനക്ക് ഭൂതമാണ്. അങ്ങനെയാന്നേ ഒരുമാതിരിപ്പെട്ടതിനല്ല. ഇവിടെ ഭൂതം പോയപ്പോഴല്ലേ അവൻ സുബോധം കൊണ്ട് വസ്ത്രം ധരിച്ചിരുന്നത്. നേരും ചൊവ്വനും തുണി കൊടുക്കുമ്പോൾ ഓർത്തോണം ഭൂതം പോയ കേസുകളാ. നേരും ചൊവ്വനും തുണി കൊടുക്കാനാക്കുമ്പോൾ ഓർത്തണം ജായി കയറി വരുന്നുണ്ടെന്ന് ഓർത്തോണം. പ്രാർത്ഥിച്ച് ജയമെടുത്തോണം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാ. ഏത് ഭൂതഗ്രസ്തനെയും അവിടുന്ന് സൗഖ്യമാക്കും. അത് 2000 ആണെങ്കിലും 6000 ആണെങ്കിലും എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിനെ എല്ലാം സൗഖ്യമാക്കുവാൻ, വിടിവിക്കുവാൻ, അവൻ ആ വ്യക്തിക്ക് വിടുതൽ കൊടുക്കാൻ കഴിവുള്ള അത്ഭുതമന്ത്രിയാ യേശു. കാനാവിലേക്ക് കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ദീർഘനാളുകളാൽ പിശാചിനാൽ 6000 ഭൂതത്താൽ പിടിക്കപ്പെട്ട മനുഷ്യന് യേശു സൗഖ്യമാക്കി. എല്ലാം വിവരിക്കുന്നതിൽ 1-2 കാര്യങ്ങൾ അഭിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. പിന്നെ ഒരു സൗഖ്യമാണ് 5-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ച് 5-ന്റെ 28-29 വായിച്ചോ മോളെ. അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. 28 മുതലാണോ? ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. അടുത്തത് ബാധ മാറി താൻ സ്വസ്ഥയായി. ഈ സ്ത്രീ സ്വസ്ഥയായി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി രോഗശാന്തി തരാൻ കഴിവുള്ളവനായ യേശു. 1, നിന്റെ കുടുംബത്തിൽ അത്ഭുതം ചെയ്യുവാൻ കഴിവുള്ളവനാ യേശു. 2, ഏത് ഭൂതം പിടിച്ചവനെ വിടുവിക്കാൻ കഴിവുള്ള അത്ഭുതമന്ത്രിയാ യേശു. ഇവിടെ ഇതാ 12 സംവത്സരമായി രക്തസ്രവമുള്ളൊരു സ്ത്രീയെ. അവിടെ ഞാനെല്ലാം വിവരിക്കുന്നില്ല, വിവരിക്കണമെന്നുണ്ട്. സമയത്തെയും ഭയപ്പെടുന്ന എനിക്ക് തിരിച്ചു പോകണമല്ലോ. അവിടെ ആ സ്ത്രീയെ പറ്റി, ഈ സ്ത്രീ ഒരു നല്ലൊരു സ്ത്രീയാ. കാരണം അവിടെ ഒരു പദമുണ്ട്, വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചെന്നാ എഴുതിയേക്കുന്നത്. അങ്ങനല്ലേ മോളെ? 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് ഉള്ള ഡോക്ടർമാര് മുഴുവൻ കിട്ടുന്ന മരുന്ന് എവളെയാ പരീക്ഷിക്കുന്നത് ഇല്ലേ? ഇപ്പൊ അങ്ങനെ ആണെങ്കിലും ഇതെല്ലാം ബിസിനസ് ആയതുകൊണ്ട് മെഡിക്കൽ റെപ്പുമാരുണ്ടല്ലോ, അവർ വന്ന് ഡോക്ടറെ കണ്ടേച്ച് പറയും, സാറേ ഇതുപോലെയാണ്, സാറിന് ഇത്ര രൂപ ഞങ്ങൾ തരും. അപ്പൊ തരുന്ന മരുന്നെല്ലാം വരുന്നതിന് ഗ്രഹപ്പഴക്കി തള്ള ചെല്ലുകയും ചെയ്തു. 1-2 മരുന്ന് കൊടുത്താൽ മതി. ഇത് കിട്ടിയ മരുന്ന് മുഴുവൻ ഇത് ബിസിനസ് അല്ലേ? ഇപ്പം നമ്മളൊരു പനിയായിട്ട് അങ്ങോട്ട് തന്നെ ഡോക്ടർ ചോദിക്കുക, എന്തോ പറ്റി? പനി. ഉടനെ ഒരു മരുന്ന് എഴുതി. പനി എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് 1 എന്ന് തുടങ്ങി. മിനിഞ്ഞാന്ന് അതിന് വേറൊരു മരുന്ന്. മിണ്ടാൻ മേല. നമ്മളെ നോക്കിക്കൊണ്ട് 2 മിനിഞ്ഞാന്ന് തുടങ്ങി. ഇന്നലെ രാത്രി വല്ലതും കഴിച്ചോ? ഒന്നും കഴിച്ചില്ല, അതിന് വേറൊരു മരുന്ന്. ഇന്നിപ്പം വരാൻ കാര്യം വിമ്മിഷ്ടമുണ്ട്, അതിന് വേറൊരു മരുന്ന്.
നമ്മളെ പുള്ളി ഇങ്ങനെ പേപ്പർ ഇഷ്ടം പോലെ അടുക്കി വെച്ചിരിക്കുമല്ലോ, അവിടെ നിന്ന് വരുത്തി വെച്ചിട്ടുണ്ട്, എടുത്തങ്ങോട്ട് വെക്കുക. 4 എണ്ണം എഴുതി വെച്ച് തിരിഞ്ഞിരിക്കാൻ പറയാം. നമ്മൾ തിരിഞ്ഞിരിക്കുമ്പോൾ കുടൽ വെച്ച് ശ്വാസം വലിച്ചു വിട്ട് ഒരെണ്ണോട് എഴുതി. ഇനി ശ്വാസം വിട്ടേ, അന്നേരം വേറെണ്ണോ എഴുതി. ചുരുക്കി പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 25 കൂട്ടം. എന്നോട് ഒരാൾ പറഞ്ഞ് വായുവിന്റെ തന്നെ 3 ടൈപ്പ് കൊടുക്കുന്നുണ്ടെന്ന്. രാവിലത്തെ വായുവിനുള്ളത്, ഉച്ചക്കത്തെ വായുവിനുള്ളത്, വൈകുന്നേരത്തെ വായു പലതല്ലേ. ദാവീദും അങ്ങനല്ലേ പറഞ്ഞ, കാലത്തും വൈകുന്നേരത്തും. ഇത് മുഴുവൻ സഹിക്കുക. ചുരുക്കി പറഞ്ഞ ഒരാവി പിടിച്ചാൽ തീരാനുള്ള കേസ്. പിന്നെ പഴയ അമ്മമാരാണ് കുരുമുളക് കാപ്പിയും കൂടെ അങ്ങോട്ട് തരുമ്പം, ഞങ്ങൾക്കൊരു വല്യപ്പനുണ്ടായിരുന്നു, പനി വന്നാണ് പുള്ളി ചെയ്യുന്ന നല്ല ചൂട് ചോറിനകത്ത് മുളക് നന്നായിട്ട് അങ്ങോട്ട് അരച്ച് അത് കഴിക്കും. ചൂട് ചോറിനകത്ത് മുളക് കൂടെ അരച്ച് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ആ പുള്ളി പുതപ്പെല്ലാം കൂടെ ഇട്ട് മൂടി കിടക്കും, വെട്ടി വീർക്കും, പനിയും പോയി. അപ്പൻ്റെ മരുന്നാണ് അതൊക്കെ പണ്ട് കാലം. ഇപ്പൊ ഇതെല്ലാം ബിസിനസ് അല്ലേ. ഞാൻ പറയാറുണ്ട്, നമ്മൾ ആശുപത്രിയിൽ രോഗിയെ കൊണ്ടുചെല്ലുന്നവനും മരുന്ന് എഴുതി തരും. അങ്ങനത്തെ കാലമാണ്. ഞാൻ പുള്ളിയുടെ കൂടെ വന്ന എന്നാ 2 എണ്ണം ഇരുന്നോട്ടെ, ഇമ്മ വന്നേ, പുള്ളിക്ക് എന്നാണ്. ഇത് ഒത്തിരി ബിസിനസ്സാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകുകയാണെങ്കിൽ അതാ കുറച്ചുകൂടെ. അവിടുന്ന് ഒത്തിരി എഴുതി തരത്തില്ല, കാരണം അവിടെ അധികം മരുന്നും ഇല്ലല്ലോ. മിക്കതും പുറത്തോട്ടല്ലേ ചിലർ കൊടുക്കുന്നത്. പക്ഷെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ കാണുന്ന കുറച്ചുകൂടെ നല്ലതാണ്. ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ആശുപത്രി ചെന്ന്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർ വീട്ടിൽ നിന്ന് നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ്സേ കയറി തിരുവല്ലയിൽ ഇറങ്ങി ഓട്ടോയിൽ കയറി ആശുപത്രി ചെന്നു. ഓട്ടോ അവിടെ വാതിൽക്ക് നിർത്തി അവർ നടന്ന് സ്റ്റെപ്പ് കയറി ചെന്ന് ഡോക്ടറെ കണ്ടോ, പുള്ളിയെല്ലാം പരിശോധിച്ച് പറഞ്ഞു ഇപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന്. ഹാർട്ടിന് കൂടെ ആരെങ്കിലും കൊണ്ടുവന്നു. അവർ പറഞ്ഞു എൻ്റെ കൂടെ ആരും വന്നില്ല, കയറിക്കോളാൻ പറഞ്ഞു. അണ്ണൻ തുറന്നിട്ടിരിക്കുകയല്ലേ. അപ്പൊ അവർക്ക് വേണ്ട, അവളുടെ മരുമകൾ അവിടുത്തെ നേഴ്സാ. അവള് മിണ്ടാൻ പറ്റുമോ? അവള് പുറകെ നിന്ന് കണ്ണ് കാണിച്ചു വേണ്ടെന്ന്. അപ്പൊ അവര് ബുദ്ധിയുള്ള സ്ത്രീ. അവര് പറഞ്ഞു ഡോക്ടറെ ഞാൻ ഒന്നും എടുക്കാതെ വന്ന് വീട്ടിൽ ചെന്ന് അച്ചായനോടും കൂടെ ഒക്കത്തില്ല, വീട് വരെ ചെല്ലുമോ എന്നുള്ളത്. അവര് നല്ല ധൈര്യമുള്ള സ്ത്രീയാ, പേര് വിജയമ്മ. നല്ല ധൈര്യമുള്ള സ്ത്രീയാ. അവര് ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് ഭർത്താവിനെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ ചെന്നു, കോട്ടയം മെഡിക്കൽ കോളേജ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്ത്, ഈ 2 ടാബ്ലറ്റ് രാവിലെയും വൈകിട്ടും കഴിച്ചോണമെന്ന്. 2 ടാബ്ലറ്റ് രാവിലെയും വൈകിട്ടും കഴിച്ചാൽ മതി. ഇവിടെ 3 ലക്ഷം രൂപ പറഞ്ഞതാണ്. 2 ടാബ്ലറ്റ് രാവിലെയും വൈകിട്ടും. എത്ര നാൾ കഴിക്കണം? 3 മാസം കഴിച്ചോ പറഞ്ഞു. 3 മാസം കഴിഞ്ഞു. ഇപ്പൊ അവിടെ ഒരു 10-12 വർഷമായി ഒന്നല്ല കുതിര പോകും പോലെ വിജയമ്മ ഓടുന്നു. ഉണ്ടാ എന്ന് പറഞ്ഞ പോലെ തള്ള ഏറിയോന്ന് സഹിച്ചു. വൈദ്യന്മാരെ കിട്ടുന്ന മരുന്നെല്ലാം പരീക്ഷിക്കുന്ന തള്ളയുടെ ദേഹത്താ. അല്ല, വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു. എന്നിട്ട് മോളെ വായിക്ക് ഈയോടി 25 മുതൽ അങ്ങ് വായിച്ചു. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുടുംബം മുഴുവൻ തകർന്നിരിക്കുക, സാമ്പത്തിക ഭദ്രത മുഴുവൻ നശിച്ചു പോയി. ഏറിയൊന്ന് സഹിച്ചു, ഒട്ടും ഭേദം വരുന്നില്ല, വളരെ ഭയവശയായി, എല്ലാം നഷ്ടപ്പെട്ടവളായി. ഒടുവിൽ ഇവക്ക് കിട്ടിയ ഒരു ഗുണം എന്നാണെന്നറിയാമോ? ഇവളേശുവിന്റെ വർത്തമാനം കേട്ടു. ഇവളൊരു വർത്തമാനം കേട്ടു, അത് യേശുവിനെ പറ്റി. ഇന്ന് രാത്രി നീ കേൾക്കേണ്ടത് യേശുവിനെ പറ്റിയാ. എന്തുവാ ഇവൾ യേശുവിനെ പറ്റി കേട്ടത്? എന്റെ ഭാഷ ഞാൻ പറയാ, ഇവള് കേട്ട് കാണും. അവിടെ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പൊ ചെന്ന അദ്ദേഹത്തിന്റെ വിശേഷത, അദ്ദേഹം കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, യേശു മരിച്ചവരെ ഉയർപ്പിച്ചു, യേശു ചന്ദ്രരോഗികളെ സൗഖ്യമാക്കി, യേശു ഭൂരകസ്ഥനെ വിടുവിച്ചു, യേശു നൈലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, യേശു അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാ. യേശു അവൻ പക്ഷപാതക്കാരനെ നടത്തി, യേശു ചെകിടന് കേൾവി കൊടുത്തു, യേശു കുരുടന് കാഴ്ച കൊടുത്തു, യേശു മുടന്തനെ നടത്തി. ഇതാ ഇവള് കേട്ടത്. നീ യേശുവിനെ പറ്റി കേൾക്കണം.
വേറെ ആരെ പറ്റി കേൾക്കാൻ നമ്മുടെ ചെവി അധികം ജായിക്കരുത്. യേശുവിനെ പറ്റി കേൾക്കണം. യേശു അത്ഭുത മന്ത്രിയാ. ഇവൾ യേശുവിനെ പറ്റി കേട്ട് അങ്ങനല്ലേ മോളെ എഴുതിയേക്കുന്ന? വായിച്ചേ. ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. യേശുവിന്റെ വർത്തമാനം കേട്ടു എന്ന് പറഞ്ഞാൽ മുടന്തർ നടക്കുന്നു, കുരുടർ കാണുന്നു, ഊമർ സംസാരിക്കുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു. ഇതവള് കേട്ടു. അത് കേട്ടപ്പോൾ അവിടെ ഉള്ളിൽ വിശ്വാസമുണ്ട്. കേട്ടു. അടുത്ത വാക്യം, അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. ഒന്ന്, ഇവൾ യേശുവിനെ പറ്റി കേട്ടു. രണ്ടാമത്തെ ഒരു കാര്യം ഉറപ്പായി, ഞാൻ രക്ഷപ്പെടും. ഇന്ന് രാത്രി നീ വിശ്വസിക്കും, നീ രക്ഷപ്പെടും. നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ ഭവനം രക്ഷപ്പെടും, നിന്റെ തലമുറ രക്ഷപ്പെടും, നീ രക്ഷപ്പെടും, ദേശം രക്ഷപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്ക്, യേശു നിന്നെ രക്ഷിക്കും. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഓരോ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. അവൾ വിശ്വാസത്തോടെ ആൾക്കൂട്ടത്തിനിടെ ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങല് തൊട്ട് ടപ്പെന്ന് അവർക്ക് സൗഖ്യമായി, ബാധ മാറി, സ്ത്രീ സ്വസ്ഥയായി. ഇന്ന് രാത്രി യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ദൈവം, അവൻ വിടുവിക്കുന്ന ദൈവം, രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാ. ഈ രാത്രി നിന്നെ സ്പർശിക്കുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം ഇന്ന് രാത്രി യേശു മാറ്റും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അങ്ങ് നിർത്തുക. അധികം സംസാരിക്കുന്നില്ല. ദൈവത്തിന്റെ മകത്ത് നമുക്കറിയാം. ലാസറിന്റെ വീട്ടിൽ നിന്ന് ബഥാനിയിൽ നടന്ന സംഭവം. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. അവിടെ അത്ഭുതങ്ങളുടെ ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. നീ വിശ്വസിക്ക്. ഇന്ന് രാത്രി സമർപ്പിക്ക്. യേശുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്ക്. ഇന്ന് രാത്രി കർത്താവിനാ ജീവിതം സമർപ്പിക്ക്. ഒന്ന്, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രണ്ട്, ആ രക്ഷിക്കപ്പെട്ട നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. പോരാ, നീ ആത്മസ്നാനം പ്രാപിക്കണം. അന്യഭാഷയിൽ വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഇത് ആരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാ. പ്രാർത്ഥിക്ക്, ദൈവം പകരും. നീ വേർപാട് പാലിക്കണം, തിരുമേശ കിടക്കണം, കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥന കഴിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ദൈവത്തോടും മനുഷ്യരുടെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അത്ഭുതമന്ത്രിയാകുന്ന യേശു വീണ്ടും വരാറായി. ഒരിക്കൽ യേശു താണലോകത്തിൽ വന്ന് എന്തിന്? മാനവജാതിയെ രക്ഷിക്കാൻ. അവിടുത്തെ ക്രൂശുമരണം കൈവരിച്ച് മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്നു. ആ യേശു തിരിച്ചു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അവൻ സ്നാനപ്പെട്ട് വേർപാട് പാലിച്ച് ആത്മനിർമ്മലം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആരും വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ അത്ഭുത മന്ത്രി. ഗദരദേശത്തെ ഭൂതഗ്രസ്തന് വിടുതല കൊടുത്ത അത്ഭുത മന്ത്രി. 12 സംവത്സരം രക്തസ്രവമുള്ള സ്ത്രീയുടെ ബാധ മാറ്റി വിടുതല കൊടുത്ത അത്ഭുത മന്ത്രി. മരിച്ച ലാസനെ ഉയർപ്പിച്ച അത്ഭുത മന്ത്രി. ആ അത്ഭുത മന്ത്രി ഇന്ന് രാത്രി ജീവിക്കുന്നു. ആ കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ. അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ ചരണങ്ങൾ കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് ഈ മഹായോഗം അവസാനിപ്പിക്കാം. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാമേ. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കായി തന്നെ പിരിഞ്ഞൊരു ജീവി. ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു
യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ്. യേശു കർത്താവ് ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ ഹല്ലേലൂയ. ജയം. യേശു കർത്താവ് ജീവിക്കുന്നു. ജീവിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടെ. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. കരമുയർത്തി. ഇന്നും എന്നേക്കും കരങ്ങൾ ഉയർത്തി. ഓ ക്രിസ്തുവിൻ കൂടെ ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ശാന്തമായിട്ടിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിലും ഇന്ന് രാത്രിയിലും എനിക്ക് ശുശ്രൂഷിപ്പാനും ഞാൻ രാത്രിയിൽ ശിബുവോദര പാസ്റ്റർ ശുശ്രൂഷിപ്പാനും ദൈവം കൃപ നൽകി. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട അലക്സ് പാസ്റ്റർക്കും ഇവിടുത്തെ സഭയ്ക്കും വിശേഷിച്ച് ന്യൂണ്ടിയ ദൈവസഭയുടെ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനിയ ഷിബു പാസ്റ്റർക്കും കുടുംബത്തിനും എല്ലാ ആദരണീയ കർത്തദാസന്മാർ, സെക്രട്ടറി, മറ്റ് പ്രിയപ്പെട്ടവർ, എല്ലാ ചുമതലപ്പെട്ട കർത്തദാസന്മാർ, ഈ ദിവസങ്ങളിൽ സംബന്ധിച്ച ദൈവമക്കൾ, ദേശനിവാസികൾ എല്ലാവർക്കും നന്ദി ചൊല്ലുന്നു. അത്ഭുതമന്ത്രിയാകുന്ന യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അത്ഭുതങ്ങൾ കണ്ടും അതിശയങ്ങൾ കണ്ടും അവൻ നമുക്ക് നിത്യതയിലെത്തുവാൻ ഈ ശുശ്രൂഷ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ച് എന്റെ വാക്കുന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.